إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم وصل بلغ مثل الثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة بركة شاملة منا إلى حضرة روح نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم. اللهم صم إلى حضرة رواي خير كلهم يا رب العالمين. اللهم زد لهم شرفا على شرفهم وعزا على عزهم وكرامة على كرامتهم يا رب العالمين. لا سيما إلى حضرة من دفن في هذه البقعة الشريفة المشعور بولي الله الكوتفلي قدس الله سره العزيز. اللهم بحقه وبجائه بارك لنا في مجلسنا هذا بركة تامة يا رب العالمين. اللهم يسر عسيرنا، اللهم فرج كروبنا، اللهم اشف أمراضنا وأمراض مرضانا يا شافي الأمراض. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലും നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർ എല്ലാവരെയും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഹഖി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ ആൾക്കാർ ക്ലാസ് വരാതിരിക്കണം, റെക്കോർഡ് ചെയ്ത് പിന്നോട്ടാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മഹത്താനുഗ്രഹത്തോടുകൂടെ ഇവിടെ നടന്നു വരുന്ന വിശുദ്ധമായ ഖുർആൻ ക്ലാസ്സിലാണ് നമ്മൾ തോടിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ചർച്ച ചെയ്തത് സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഇന്നും തുടർച്ചയുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പറയാനുള്ളത് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, അത് ഉമ്മുൽ കിതാബാണ്. ഖുർആൻ്റെ ഉമ്മയാണ് വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ. ഖുർആൻ്റെ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന, ഖുർആൻ്റെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ. അതിൻ്റെ പ്രത്യേകതകൾ എത്ര പറഞ്ഞാലും അവസാനിക്കാൻ കഴിയാത്ത വിധം വളരെയധികം മഹത്വമുള്ള ഒരു സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ 5 വഖ്ത് നിസ്കാരത്തിൽ
നിർബന്ധ ബുദ്ധിയാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറയുമാണ് സൂറത്തുൽ ഫാത്തിഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് പറഞ്ഞത് ഖസംതു സ്വലാത്ത് ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ. സൂറത്തുൽ ഫാത്തിഹയെ സ്വലാത്ത്, നിസ്കാരം എന്ന ആശയത്തിലാണ് അള്ളാഹു ഉപയോഗിച്ചത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഖസംതു സ്വലാത്ത് ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ. നിസ്കാരത്തെ ഞാൻ എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ രണ്ടായി വീതിച്ചിരിക്കുന്നു, ഭാഗിച്ചിരിക്കുന്നു. വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമ എന്ത് ചോദിച്ചാലും ആ ചോദിച്ചതൊക്കെ ഞാൻ നൽകാൻ തയ്യാറാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് വൈദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിസ്കാരത്തിൽ അതല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹ നാം ഓതുന്ന സമയം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലാഹു പറയുമത്രേ ഖാലല്ലാഹു തആല ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. വൈദാ ഖാലൽ അബ്ദു അർറഹ്മാനിർ റഹീം, റഹ്മാൻ റഹീം എന്നൊരടിമ പറയുമ്പോൾ ഖാലല്ലാഹു തആല അല്ലാഹു പറയുമത്രേ അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എൻ്റെ മേൽ ഒട്ടേറെ പുകഴ്ത്തിയിരിക്കുന്നു. വൈദാ ഖാലൽ അബ്ദു മാലിക് യൗമിദ്ദീൻ, ഒരടിമ ഒരാ നിസ്കാരത്തിൽ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയുമത്രേ മജ്ദനി അബ്ദി, എൻ്റെ അടിമ എന്നെ വളർമയിലാക്കിയിരിക്കുന്നു. വൈദാ ഖാലൽ അബ്ദു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഉടൻ തന്നെ പറയുമത്രേ ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടക്കുള്ളതാണ് ഈ ആയത്ത്. എൻ്റെ അടിമ എന്ത് ചോദിച്ചോ അവനക്ക് ഞാൻ കൊടുത്തുകൊള്ളാം. വീണ്ടും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. ഇത് നമ്മൾ ഓതുമ്പോഴേക്കും അല്ലാഹു പറയുമത്രേ എന്നോടിൻ്റെ അടിമ മുസ്തഖീമായ വഴിയെ തേടിയിരിക്കുന്നു, ശരിയായ വഴിയെ തേടിയിരിക്കുന്നു. അവൻ ചോദിച്ചത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. നമ്മൾ ഓരോ ആയത്തോതുമ്പോഴും ഫാത്തിഹയിലെ ഓരോ ആയത്തോതുമ്പോഴേക്കും അള്ളാഹു അപ്പോൾ തന്നെ അതിന് മറുപടി പറയുമെന്നാണ് ഈ ഹദീസിലൂടെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പരിശുദ്ധമായ ഒരു സൂറത്താണ് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ. ഞാനന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ. വലിയ പ്രശ്നങ്ങൾ, വലിയ രോഗങ്ങൾ, അന്ന് ഞാൻ പറയുകയുണ്ടായി, വലിയ രോഗങ്ങൾ വരെ പരിഹരിക്കപ്പെടാൻ, ആ രോഗങ്ങളൊക്കെ ശിഫയാകാൻ ഏറ്റവും നല്ല മാർഗമാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വലിയ രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫയാക്കി തരുമെന്നാണ്. അള്ളാഹ്ക്ക് ഇത്രത്തോളം ഇഷ്ടമുള്ളൊരു സൂറത്ത്, എന്നാൽ ഇബ്ലീസിന് ഇത്രത്തോളം ദേഷ്യമുള്ള സൂറത്ത് വേറെ ഉണ്ടായിട്ടില്ല. ഇബ്ലീസിൻ്റെ ചരിത്രം പറയുന്നതാണ് റന്ന ഇബ്ലീസു അർബഅ റന്നാത്ത്. ഇബ്ലീസ് 4 പ്രാവശ്യമാണ് പൊട്ടിക്കരഞ്ഞത്. 4 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. എപ്പോഴേക്കാണ് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞത്? ഒന്ന് ഹീന ലുഇന, ഇബ്ലീസിനെ അല്ലാഹു തആല ആക്ഷേപിച്ചു, ശപിച്ച സമയത്ത് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഫഇന്നക റജീം, നീ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചപ്പോൾ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു. 2 ഹീന ഉഹ്ബിത, ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ, ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഇബ്ലീസ് വല്ലാതെ പൊട്ടിക്കരഞ്ഞു. 3ാമത് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞപ്പോഴാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞ രംഗം
ഹീന ഉലിദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ജന്മദിനത്തിൻ്റെ അന്ന് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു. അവർ പാരമ്പര്യം നിന്ന് വേറെ ആരൊക്കെ സ്വീകരിക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ ആകുമ്പോൾ അവർക്കൊരു കരച്ചര, നബിദിനം ആഘോഷിക്കാൻ പാടില്ല, അത് ഷിർക്കാണ്, കുഫറാണ്, ബിദ്അത്താണ്, പൈശാചികാണെന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ കരയാറുണ്ട്. ആ ഒരു കരച്ചിൽ പണ്ട് കരഞ്ഞത് ഇബ്ലീസാണ്. നാലാമത് ഇബ്ലീസ് കരഞ്ഞപ്പോഴാണ് ഹീന ഉൻസിലത് സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹ ഇറങ്ങിയപ്പോൾ അന്നും ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു. എപ്പോഴൊക്കെ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞത്? ഒന്ന്, ഇബ്ലീസിനെ ശപിച്ചപ്പോൾ. രണ്ട്, ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ. മൂന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൻ്റെ അന്ന്. നാല്, വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ. അത്രത്തോളം ഇബ്ലീസിന് വെറുപ്പുണ്ടായൊരു കാര്യമാണ് സൂറത്തുൽ ഫാത്തിഹ. കാരണം ഇബ്ലീസ് എടുക്കുന്ന എല്ലാ പണികളും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ബാത്തിലായി പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പൈശാചികമായ രോഗങ്ങൾ, ആ രോഗങ്ങളൊക്കെ മാറ്റാൻ ഫാത്തിഹ സൂറത്തിന് കഴിയുമെന്ന ഫാത്തിഹത്തുൽ കിതാബ് തുജ്സി മാ ലാ യുജ്സി ശൈഉൻ മിനൽ ഖുർആൻ വലൗ അന്ന ഫാത്തിഹത്തുൽ കിതാബ് ജുഇലത് ഫീ കഫത്തിൽ മീസാൻ വജുഇലൽ ഖുർആൻ ഫിൽ കഫത്തിൽ ഉഖ്റാ ലഫുള്ളിലത് ഫാത്തിഹത്തുൽ കിതാബ് അലൽ ഖുർആൻ 7 മററാത്ത്. ഒരു തുനാസിൻ്റെ ഒരു തട്ടിൽ ഫാത്തിഹ സൂറത്തും മറ്റേ തട്ടിൽ ബാക്കിയുള്ള എല്ലാ സൂറത്തും വെച്ചാൽ ബാക്കിയുള്ള എല്ലാ സൂറത്തിനേക്കാളും 7 ഇരട്ടി കനമുണ്ടാകും ഫാത്തിഹ സൂറത്തിനെന്നാണ്. എന്താണ് ഫാത്തിഹയുടെ മഹത്വം നിങ്ങൾ ആലോചിച്ചു? എന്താണ് ഫാത്തിഹയുടെ മഹത്വം? അതുകൊണ്ട് തന്നെയാണ് ഫാത്തിഹ സൂറത്ത് നമ്മൾ പതിവാക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഫാത്തിഹ സൂറത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന്. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞു, ജീവിതത്തിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്നാണ് കണ്ണേർ. കണ്ണേർ ഇസ്ലാമിലുള്ളൊരു കാര്യമാണ്, അത് ചെയ്യാൻ പാടില്ല, അത് വലിയ തെറ്റാണ്. ചില ആളുകൾ ചില കണ്ണുകൾക്ക് അങ്ങനെ സംഭവിച്ചു പോകും, അല്ലാതെ ഒരാൾ കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നൊന്നുമല്ല. ഞാനന്ന് പറഞ്ഞു, ചില ആളുകളൊക്കെ എന്തിലേക്ക് നോക്കിയാൽ വല്ലതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ കണ്ണീർ സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ മക്കൾക്കും തന്നെ കണ്ണീർ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ മക്കൾ നല്ല പാട്ട് പാടുന്നവരാണെങ്കിൽ, അതല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ളവരാണെങ്കിൽ, ഈ ഘട്ടങ്ങളിലൊക്കെ അത്തരക്കാരായ ആളുകളിൽ നിന്ന് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രിയപ്പെട്ട മക്കൾ നല്ല ആരോഗ്യമുള്ളവരാണ്, കണ്ടാൽ നല്ല കുഫുവത്ത ചെറുപ്പക്കാരാണ്, ആരെയും ആകർഷിക്കുന്ന കഴിവുള്ള ആളുകളാണ്. യാക്കൂബ് നബിയുടെ ഒരു മകനാണല്ലോ യൂസുഫ് നബി. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മിസ്റിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാക്കൂബ് നബിയുടെ മക്കൾ മിസ്റിലേക്ക് പോകുന്ന സമയം, ആ പോകുന്നതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു ശൈലിയുണ്ട്. മക്കളോട് യാക്കൂബ് നബി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബനിയ, ഓ മക്കളെ, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്, നിങ്ങളെല്ലാവരും കൂടി ഒരു ഗേറ്റിലൂടെ പ്രവേശിക്കരുത്. നിങ്ങളെല്ലാവരും ഒരു ടീമായിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടാൽ ഇതൊക്കെ ഒരാളുടെ മക്കളാണെന്ന് ചോദിച്ച് ആരെങ്കിലും വല്ല വാക്കും പറഞ്ഞു പോയാൽ കണ്ണീർ തട്ടിപ്പോകും. അതുകൊണ്ട് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫദ്ദിഖ, നിങ്ങളവിടെ ചെല്ലുമ്പോൾ വ്യത്യസ്തമായ ഗേറ്റിലൂടെ കടക്കണം. എല്ലാവരും ഒരുമിച്ച് കയറി ചെല്ലരുത്. നിങ്ങളെ കാണുമ്പോൾ വാമറ യാക്കൂബ് അലൈഹിസ്സലാം ബനീഹി ബി അല്ലാ യദ്ഖുലു ഹീനമാ യസ്ലൂന ഇലാ മിസ്ർ മിൻ ബാബിൻ വാഹിദിൻ ലഖൈല യുൽഫിതുൽ അൻവാറ ഇലൈഹിം. അവരിലേക്ക് കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടി യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നിങ്ങളൊരൊറ്റ വാതിലൂടെ കടക്കരുത്, വ്യത്യസ്തമായ വാതിലൂടെ കടക്കണം. ലിഅന്നഹു ഖശിയ അലൈഹിമുൽ ഐൻ, കാരണം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് കണ്ണീർ സംഭവിക്കുമോ എന്ന് പേടിച്ചുപോയി. അപ്പോൾ കണ്ണീർ സംഭവിക്കുന്ന കാര്യം സംശയമില്ല. അള്ളാഹു റസൂൽ പറഞ്ഞ കാര്യമാണ്, അൽ ഐൻ ഹക്കുൻ, കണ്ണീർ ഹക്കാണ്.
അപ്പോൾ കണ്ണേർ ഹക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് രക്ഷപ്പെടാനുള്ള രീതികളൊക്കെ നമ്മൾ സ്വീകരിച്ചിരിക്കണം. അതിൽ പ്രധാനപ്പെട്ടൊരു മാർഗമാണ് ഫാത്തിഹ സൂറത്ത് ഓതുക എന്നുള്ളത്. മക്കൾക്ക് ഫാത്തിഹ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുക. സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും പതിവാക്കുക. ഇത് കുട്ടികളോട് ദിവസവും ഖുൽ റബ്ബുൽ ഫലക്ക് ഖുൽ റബ്ബിൻ നാസ്, ഈ 2 സൂറത്തുകൾ കഴിവുള്ള കുട്ടികളാണെങ്കിൽ ആരെങ്കിലും കണ്ണീർ തട്ടുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ ആ കുട്ടികളോട് രാവിലെയും വൈകുന്നേരവും സൂറത്തുൽ ഫാത്തിഹ ഓതാനും ഖുൽ റബ്ബുൽ ഫലക്ക് ഖുൽ റബ്ബിൻ നാസ് 11 പ്രാവശ്യം ഓതാൻ പറയണം. എന്നാൽ കണ്ണീർ രക്ഷപ്പെടാം. ഇനി കണ്ണീർ സംഭവിച്ചു പോയാൽ എന്താ ചെയ്യാൻ? ഒരാളെ നമുക്ക് കണ്ണീർ സംഭവിച്ചു, ആളെ നമുക്കറിയുമെങ്കിൽ അയാളെ വിളിച്ചു കൊണ്ടുവരണം. അയാളെ വിളിച്ചിട്ട് നമുക്കറിയാം നാട്ടിൽ തന്നെ ഒരാൾ കണ്ണീറിൻ്റെ ആളാണെന്ന് അറിയെങ്കിൽ അയാളെ വിളിക്കുക, അയാളെ അടുത്തൊരു പാത്രം കൊടുക്കുക. ആ പാത്രത്തിലേക്ക് വെള്ളം അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തിനോട് പറയുക, വായിൽ കഴുകിയിട്ട് വായിൽ വെള്ളം കുപ്പിളിച്ചിട്ട് ആ വെള്ളം പാത്രത്തിലേക്ക് തുപ്പാൻ പറയുക. അദ്ദേഹത്തിൻ്റെ മുഖം കഴുകാൻ പറയുക ഈ വെള്ളം കൊണ്ട് തന്നെ. സുമ്മ യുദ്ഖിരി യദഹുൽ യുസ്റ, പിന്നെ ഇടത്തെ കൈയും കഴുകാൻ പറയുക. വലത്തെ കൈയിട്ട് ആ വെള്ളവും ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ മുഖവും കയ്യും കാലും കഴുകിയ വെള്ളം കൊണ്ടുവന്നിട്ട് ആർക്കാണോ കണ്ണീർ സംഭവിച്ചെങ്കിൽ അവരെ മുഖത്തേക്ക് തെളിക്കുക. ഇതാണ് കണ്ണീർ സംഭവിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാനൊരു മാർഗം. നോക്കൂ, നിങ്ങൾ ഹദീസിൽ കാണാം, മഹാനായ അബൂ ഉമാമത്തുൽ സഅൽ റളിയല്ലാഹു അൻഹു പറയാൻ, അദ്ദേഹത്തിൻ്റെ ഉപ്പ സഅൽ ഇബ്നു ഉനൈഫ് റളിയല്ലാഹു അൻഹു തൊട്ട് പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ വസാറു മഅഹു നഹ്വ മക്ക ഹത്താ ഇദാ കാനൂ ബിശഅബിൽ ഗസ്സാൻ. മഹാനായ സഅൽ ഇബ്നു ഉനൈഫ് റളിയല്ലാഹു അൻഹു നബിയോട് കൂടെ ഒരു ദിവസം ഒരു യാത്ര പോയി. അങ്ങനെ ജുഹ്ഫയിലെത്തിയപ്പോൾ, ഹജ്ജിനൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ ഇഹ്റാം ചെയ്യുന്നൊരു സ്ഥലമാണ്, ഉംറക്കൊക്കെ പോകുമ്പോൾ ഇഹ്റാം ചെയ്യുന്നൊരു സ്ഥലമാണ് ജുഹ്ഫ. അള്ളാഹു നമുക്ക് അടുത്തെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ എത്തുകൊണ്ട് ഇവർ കുളിക്കാൻ തയ്യാറായി. നബിയും സഹാബത്തും കുളിക്കുകയാണ്. സഅൽ ഇബ്നു ഉനൈഫ് അവിടെ എത്തുകൊണ്ട് സഅൽ ഇബ്നു ഉനൈഫ് എന്ന് പറയുന്ന സഹാബിയും കുളിച്ചു. വകാന റജുലൻ അബിയള ഹസ്നൽ ജിസ്മി വൽ ജിൽദി. സൈലന്റ് ആക്കിയാതി. വകാന റജുലൻ അബിയള ഹസ്നൽ ജിസ്മി വൽ ജിൽദി. മഹാനായ സഅൽ ഇബ്നു ഉനൈഫ് എന്ന് പറയുന്ന സഹാബി കാണാൻ നല്ല ഭംഗിയുള്ള സഹാബിയാണ്. ശരീരമൊക്കെ നല്ല തടിച്ച് വെളുത്ത നല്ലൊരു ശരീരമുള്ള സഹാബിയാണ്. ഇവരെ കുളിക്കുന്ന സമയത്ത് ഫനളറ ഇലൈഹി ആമിർ ഇബ്നു റബീഅ, ആ കൂട്ടത്തൊരു സഹാബിയായിട്ട് മറ്റൊരു സഹാബിയാണ് ആമിർ ഇബ്നു റബീഅ. അദ്ദേഹം സഅൽ റളിയല്ലാഹുവിന്റെ ശരീരത്തിലേക്ക് നോക്കി. വഹു യഗ്തസിൽ, സഅൽ റളിയല്ലാഹു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമിർ റബീഅ നോക്കിയിട്ട് പറഞ്ഞു, മാ റഅയ്തുകൽ യൗം വലാ അജിദ് മുഹബ്ബതൻ ഫൽബിതസ്അൽ. റബീഅ റളിയല്ലാഹു പറഞ്ഞു, എന്തൊരു ശരീരമാണ്, ഇത്ര നല്ലൊരു ശരീരം ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഇന്നത്തെ പോലെ ഇങ്ങനെ ഒരാളെ കാണുന്നത്. എന്താ റബീഅ റളിയല്ലാഹു അൻഹു ആമിർ ഇബ്നു റബീഅ എന്ന് പറയുന്ന ഒരു സഹാബി സഅൽ റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഹദീസ് രേഖപ്പെടുത്തുന്നു, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഫലുബിത്ത സഹലുൻ, സഹൽ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണു. രണ്ടാളും സഹാബിയാണ്. ഒരു സഹാബിയല്ല, കാണാൻ ഭംഗിയുള്ള സഹാബിയാണ്. ആ സഹാബി കുളിക്കുമ്പോൾ മറ്റേ സഹാബി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇത്ര ഭംഗിയുള്ള ആൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പറയേണ്ട താമസം മദ്യം ബോധം കെട്ട് വീണുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദ്ദേഹത്തെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടു. ഫഖീല ലഹു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, മുത്തുനബിയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് പുണ്യനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തുനബിയെ, ഹല്ലക ഫീ സഹരിൻ വല്ലാഹി മാ യർഫഉ റഅസഹു വമാ യുഫീഖ. നബിയെ, സഹൽ ബോധം കെട്ടിരിക്കുന്നു, സഹൽ തല പൊന്തിക്കുന്നില്ല നബിയെ, ബോധം തെളിയുന്നില്ല നബിയെ, സഹലിന് വേണ്ടി വല്ലതും ചെയ്യാൻ അങ്ങക്ക് കഴിയുമോ യാ റസൂലല്ലാഹ്? സഹൽ റളിയല്ലാഹു അൻഹു എണീക്കാൻ കഴിയുന്നില്ല, തല പൊന്തിക്കാൻ കഴിയുന്നില്ല, ബോധമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ഉടൻ തന്നെ മുത്തുനബി തിരിച്ചു ചോദിച്ചു,
ഹൽ തത്തഹിമൂന ഫീഹി മിൻ അഹദിൻ, സഹലിനെ കുറിച്ച് വല്ലവരും വല്ലതും പറയും നിങ്ങൾ അറിഞ്ഞുവോ? സഹലിനെ കുറിച്ച് ആരെങ്കിലും എന്തേലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാലു അവർ പറഞ്ഞു നദറ ഇലൈഹി ആമിർ ഇബ്നു റബീഅ, നബിയെ സഹലല്ലാനെ കുളിക്കുന്ന സമയത്ത് ആമിർ ഇബ്നു റബീഅ എന്ന് പറയുന്ന സഹാബി നോക്കിയിരുന്നു, അദ്ദേഹം എന്തോ ഒന്ന് പറഞ്ഞിരുന്നു. ഉടൻ തന്നെ ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമിറുല്ലാനെ വിളിക്കുകയാണ്. ഫതഗയ്യള അലൈഹി, ആമിറിനോട് അല്പം ദേഷ്യപ്പെട്ടു പോയി. ഒന്ന് ഗൗരവത്തോടെ പറഞ്ഞു, എന്താ ആമിർ നീ ചെയ്തത്? അലാമാ യഖ്തുലു അഹദുക്കും മഹാ, നിങ്ങൾ സ്വന്തം സഹോദരനെ കൊല്ലാണോ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇത്ര ഗൗരവത്തിലാണ് പറഞ്ഞു നോക്കൂ നിങ്ങൾ. കണ്ണീർ ചെയ്ത ആളോട് പറയാണ് തൻ്റെ സഹോദരൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അലാ ഇദാ റഅയ്ത മാ യുഅ്ജിബുക ബർറക്ത, ആമിറേ നിനക്ക് അത്ഭുതമുള്ള വല്ലതും കണ്ടു കഴിഞ്ഞാൽ നീ അവർക്ക് വേണ്ടി ബർക്കത്തിനോട് ദുആ ചെയ്യല്ലേ ചെയ്യേണ്ടത്. ഇനി മേലിൽ ഇത്തരത്തിലുള്ള അത്ഭുതമുള്ള വാക്കുകൾ പറഞ്ഞു പോകരുത്, കണ്ണീറിന്റെ വാക്കുകൾ പറഞ്ഞു പോകരുത്. നിനക്കൊരാളെ കാണുമ്പോൾ നിന്റെ മനസ്സിൽ വല്ലതും തോന്നിപ്പോയാൽ നീ അവർക്ക് വേണ്ടി ബർക്കത്തിനോട് ദുആ ചെയ്യണം. എന്നിട്ട് സുമ്മഖാല, പിന്നെ റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, യഗ്തസില്ലഹു ഫഗസല വജഹു യദൈഹി മിർഫഖൈഹി വറുക്ബതൈഹി വഅത്റാഫ റിജ്ലൈഹി. എന്നിട്ട് ആമിറിനോട് പറഞ്ഞു, ആമിറേ നിന്റെ മുഖം കഴുകണം, കൈ കഴുകണം, കൈയിൻ്റെ മുട്ട് കഴുകണം, കാലിൻ്റെ തലഭാഗം കഴുകണം, കാലിൻ്റെ മുട്ടുഭാഗം കഴുകണം, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കഴുകാൻ പറയുന്നു. എന്നിട്ട് ആ വെള്ളം എടുക്കാൻ പറയുന്നു. ആ വെള്ളം കൊണ്ടുപോയിട്ട് സഅൽ റളിയല്ലാഹുവിൻ്റെ മുഖത്തേക്ക് തളിക്കാൻ പറയുന്നു. ആമിറുല്ലാഹിൻ്റെ കയ്യും കാലും കഴുകി, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കഴുകി, ആ വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് മഹാനായ സഅൽ റളിയല്ലാഹുവിൻ്റെ മുഖത്തേക്ക് തെളിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് ഫറാഹ സഹലുൻ മഅന്നാസ് ലൈസ ബിഹി ബഅസുൻ, സഅൽ റളിയല്ലാഹു ഒരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് എണീറ്റ് പോയി. കണ്ടോ, ഇത് നബിൻ്റെ കാലത്തുണ്ടായ സംഭവമാണ്. സ്വഹാബികൾപ്പെട്ട ഒരാൾ തന്നെയാണ്. നോക്കിയാൾ കണ്ണീർ ഫലിച്ചതോ അത് സഹാബികൾപ്പെട്ട ഒരാൾക്ക് തന്നെയാണ്. അപ്പൊ കണ്ണീറുണ്ടാകും എന്നുള്ളത് അസംബന്ധ്യമായൊരു കാര്യമല്ല. അതുണ്ടാകും. ഉണ്ടാകുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള ദിക്റുകൾ നമ്മൾ ചെല്ലണം. നമുക്കറിയുന്ന ഒരാൾക്കാണ് കണ്ണീർ ഉണ്ടായതെങ്കിൽ അദ്ദേഹത്തിനോട് മുഖവും കൈയും കാലും കഴുകിയിട്ട് ആ കഴുകിയ വെള്ളം എടുക്കുക. എന്നിട്ട് ആർക്കാണോ കണ്ണീർ ബാധിച്ചെങ്കിൽ ആ വെള്ളം കൊണ്ട് അവരെ മുഖത്തേക്ക് തെളിച്ചു കഴിഞ്ഞാൽ കണ്ണീർ ഇല്ലാതെ പോകുന്നതാണ്. അതോടൊപ്പം തന്നെ കണ്ണീറിന് രക്ഷപ്പെടാൻ വേണ്ടി കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ ശർരി കുല്ലി ശൈത്വാനിൻ വഹാമ്മ വശർരി കുല്ലി ഐനിൻ ലാമ്മ. ഈ ദിക്ർ കുട്ടികളും വലിയവരൊക്കെ എപ്പോഴും പതിവാക്കണം, നല്ലതാണ്. എന്താ ദിക്ർ? അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ ശർരി കുല്ലി ശൈത്താനിൻ വഹാമ്മ വശർരി കുല്ലി ഐനിൻ ലാമ്മ. ഈ ദിക്ർ ജീവിതത്തിൽ എപ്പോഴും പതിവാക്കുന്ന നല്ലതാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു രണ്ട് പേരക്കുട്ടികൾ രണ്ടുപേരെയും അടുത്തേക്ക് വിളിച്ചിട്ട് എപ്പോഴും ഈ ദിക്ർ ചൊല്ലിയിട്ട് അവരെ തലയുടെ മുഖത്ത് ഓതി കൊടുക്കാറുണ്ട്. നമുക്ക് കുട്ടികൾക്ക് ചെല്ലാൻ അറിയാത്ത കുട്ടികൾക്ക് നമ്മൾ ഓതിയിട്ട് അവരെ തലയിൽ ഊതി കൊടുക്കുക. ഏതാ ദിക്ർ? അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ ശർരി കുല്ലി ശൈത്വാനിൻ വഹാമ്മ വശർരി കുല്ലി ഐനിൻ ലാമ്മ. എന്നിട്ട് റസൂലുള്ളാഹി പറയും, നോക്കൂ നിങ്ങൾ, വകാന ഇബ്രാഹീമു യുഅവ്വിദു ബിഹാ ഇസ്മാഈല വഇസ്ഹാഖ. ഇത് ഞാൻ മാത്രം പതിവാക്കുന്ന ദിക്റല്ല. മഹാനായ ഇബ്രാഹിം നബി തൻ്റെ രണ്ട് പ്രിയപ്പെട്ട മക്കൾ ഇസ്മാഈൽ, ഇസ്ഹാഖ്, അവർക്ക് കണ്ണീറിന് രക്ഷപ്പെടാൻ വേണ്ടി ഇബ്രാഹിം നബി എപ്പോഴും ചൊല്ലിക്കൊടുത്തൊരു ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ ശർരി കുല്ലി ശൈത്വാനിൻ വഹാമ്മ വശർരി കുല്ലി ഐനിൻ ലാമ്മ. അപ്പോൾ ഇബ്രാഹിം നബി തന്നെ തൻ്റെ മക്കൾക്ക് പതിവായി ചൊല്ലിക്കൊടുത്തൊരു ദിക്റാണ്. നമ്മളും ഈ ദിക്റുകൾ പതിവാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ ദിക്ർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മദ്രസയിലെ കുട്ടികൾ വരുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് അത് എഴുതി കൊടുത്തു വിടാം.
ഈ ദിക്ർ പതിവാക്കണം നല്ലതാണ്. കുട്ടികൾക്ക് ചൊല്ലി പഠിക്കാൻ കഴിയുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരോട് കാണാൻ പഠിക്കാൻ പറയുക. ഇല്ലെങ്കിൽ അവർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇടക്കിടക്ക് ഇത് ചൊല്ലി കുട്ടികളെ തലയിൽ ഊതി കൊടുക്കുക. എന്നാൽ കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടും. അതോടൊപ്പം കണ്ണീറിന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് പിഞ്ഞാണം എഴുതി കൊടുക്കുക. ഇവിടെ പിഞ്ഞാണം എഴുതാൻ അറിയില്ലേ? പാത്രത്തിൽ പഴയ ഈ കാലത്തുള്ള ഈ വീണാൽ പൊട്ടിപ്പോകുന്ന പാത്രത്തിൽ മഷി കൊണ്ട് എഴുതുക. എന്തെഴുതുക? വിശുദ്ധമായ ഖുർആനിലെ ചില ആയത്തുകൾ. ആ ആയത്തുകൾ എഴുതിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അതുവഴിയും കണ്ണീർന്ന് രക്ഷപ്പെടാൻ കഴിയും. ഞാൻ എഴുതി കൊടുക്കലൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. പ്രസവവേദനയുള്ള സമയത്ത് സഹോദരിമാർ പ്രസവിക്കാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണാം, ഇദാ അസ്റ അലൽ മർഅതി വലദുഹാ ഫയുക്തബ ഹാത്തൈനിൽ ആയത്തൈനി വൽ കലിമാതി ഫി സഹ്ഫ. അവിടെ ചെയ്യേണ്ടത് ഒരു പാത്രം എടുക്കുക, ആ പാത്രത്തിൽ ഈ 2 ആയത്ത് എഴുതുക. ബിസ്മില്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ വറബ്ബിൽ അർശിൽ അളീം കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ കഅന്നഹും യൗമ യറൗന മാ യുഅദൂൻ ലം യൽബസു ഇല്ലാ സഅതൻ മിൻ നഹാർ ബലാഗ് ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ. ഈ ആയത്ത് പിഞ്ഞാണത്തിലെഴുതി അതിൽ വെള്ളമൊഴിച്ച് കലക്കിയിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രസവം പ്രയാസമായിരിക്കുന്ന സഹോദരിമാർക്ക് പ്രസവം എളുപ്പമായി തീരും. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ ആയത്തിന് വേണമെങ്കിൽ നിങ്ങളാരും ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് എഴുതി കൊടുത്തു വിടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പതിവാക്കേണ്ട കാര്യങ്ങളാണ്, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങളാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ട സ്ഥലങ്ങൾ, സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന കൂട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോയാൽ പിന്നെ ഞാൻ അതിന് വേറെ ക്ലാസ് വെക്കണ്ടല്ലോ നിലക്കാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ 1-2 സ്ത്രീകൾ അറിയിച്ചത് ഓരോ വിഷയങ്ങളും പൂർത്തിയായി പറഞ്ഞു പോകണമെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു. ഇപ്പോൾ കണ്ണീർ പറയുമ്പോൾ കണ്ണീറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് ഒന്നുകൂടി ഉപകാരപ്രദമായിരുന്നു പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട്. അല്ലെങ്കിൽ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ കണ്ണീറിനെ കുറിച്ച് ക്ലാസ് എടുക്കേണ്ടി വരും. അപ്പോൾ അത് വേണ്ടല്ലോ. ഒരു വിഷയം പറഞ്ഞു പോകുമ്പോൾ ആ വിഷയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ചു പോകുക, മനസ്സിലാക്കുക എന്ന നിലക്കാണ് ഈ വിഷയം കൂടി ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹ പതിവാക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും. മഹാനായ അത്താർ റളിയല്ലാഹു അൻഹു നോക്കുന്നു, ഇദാ അറദ്ത ഹാജതൻ ഫഖറ ബി ഫാത്തിഹത്തുൽ കിതാബ്. നിങ്ങൾക്ക് വല്ല ലക്ഷ്യവും മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, വല്ല കാര്യങ്ങളും നിറവേറ്റപ്പെടുന്ന ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നീ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കോ. അങ്ങനെ ഓതിക്കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് മഹാനായ ലോകം കണ്ട മഹാപണ്ഡിതൻ അത്താർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ കഴിയും. അപ്പോൾ ഫാത്തിഹ സൂറത്ത് എപ്പോഴും പതിവാക്കുക. എന്ത് പ്രശ്നം വന്നാലും സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീടുകളിലൊക്കെ എന്തൊരു കാര്യം ഉണ്ടാകുമ്പോഴും അൽ ഫാത്തിഹ, ഫാത്തിഹ ഓതി തുടങ്ങുന്നത്. ഒരു വീട്ടിൽ ഒരാൾ പുതിയാപ്പിള ഇറങ്ങിപ്പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീടിന് കുറ്റിയടിക്കുകയാണെങ്കിൽ, കട്ടില വെക്കുകയാണെങ്കിൽ, കല്ലിടുകയാണെങ്കിൽ, എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും സൂറത്തുൽ ഫാത്തിഹ ഓതി തുടങ്ങാനുള്ള കാരണം ഫാത്തിഹ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ കാണണം. എത്രത്തോളം കിടക്കുമ്പോൾ വരെ ഫാത്തിഹ ഓതിയിട്ടേ കിടക്കാവൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ നിങ്ങൾ, അല്ലാഹു റസൂൽ പറയുന്നു, ഇദാ വളഅത ജംബക അലൽ ഫിറാഷ് വഖറഅത ഫാത്തിഹത്തുൽ കിതാബ് വഖുൽ ഹുവല്ലാഹു അഹദ് ഫഖദ് അമിൻത മിൻ കുല്ലി ഷൈഇൻ ഇല്ലൽ മൗത്ത്. നീ നിന്റെ കിടപ്പറയിലേക്ക് കിടക്കുന്ന സമയം ഫാത്തിഹ സൂറത്തും സൂറത്തുൽ ഇഖ്ലാസും ഓതി കടന്നു കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളെ തൊട്ടും നീ നിർഭയനാകും. ചില ആളുകൾക്ക് കിടക്കുമ്പോൾ പേടിയാണ്, വല്ലതും ഉപദ്രവിക്കാൻ വരുമോ, സ്വപ്നം കാണുമോ, ദുസ്വപ്നം കാണുമോ, ഇതൊക്കെ പേടിയുള്ള ആളുകളുണ്ടാകും. ആ പേടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അൽഹംദുലില്ലാഹ് നല്ലൊരു മാർഗം റസൂലുള്ളാഹി പറയുന്നു, സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ഓതി കിടക്കുക.
ഉമർ ഖത്താബ് റളിയല്ലാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, ഉമർ പറയുന്നു, മൻ തലാഹാ ഫീ നൗമിഹി കാന മഹ്ഫൂളൻ ഫീ ദീനിഹി ഇല്ലാ യകൂന ഇലൻ ഫഖദ് ഖറബ അജ്ലുഹു. ഒരാൾ കിടക്കുന്ന സമയത്ത്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അവന്റെ ദീനിൽ അവൻ സംരക്ഷിക്കപ്പെട്ടവനായി തീരുന്നതാണ്, അവന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. മൻ ഖറഅ ഫാത്തിഹത്തുൽ കിതാബ് ഫീ മനാമിഹി അഗ്ലഖല്ലാഹു അൻഹു അബ്വാബശ് ശദ്ദി വഫതഹ അലൈഹി അബ്വാബൽ ഖൈർ. ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഫാത്തിഹ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് ഖൈറിന്റെ വാതിലുകളൊക്കെ തുറന്നു കൊടുക്കും, ഷർറിന്റെ ബാബുകളൊക്കെ അവന് തൊട്ട് അടക്കപ്പെടുന്നതാണ്. നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകും, അറിയാതൊക്കെ പറഞ്ഞു, എന്താണ് അറിയില്ല. എൻ്റെ ജീവിതത്തിൽ എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങളാണ്, എപ്പോൾ നോക്കിയാലും ബുദ്ധിമുട്ടുകളാണ്, എപ്പോൾ നോക്കിയാൽ ഏത് മേഖലയിലേക്ക് കടന്നാലും പ്രയാസങ്ങളേ ഉള്ളൂ, വിഷമങ്ങളേ ഉള്ളൂ എന്നറിയാതെ പറഞ്ഞു പോകാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വഹാബ കിറാം പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സൂറത്തുൽ ഫാത്തിഹ പതിവാക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ഉറക്കം അതൊരു ഇബാദത്താക്കി മാറ്റണം. ഉറക്കത്തിന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അതൊരു ഇബാദത്തിൻ്റെ രീതിയാക്കി മാറ്റണം. എല്ലാ മേഖലയും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ക്ലാസ് കേട്ട് പോയാൽ മാത്രം പോരാ, നമ്മൾ എല്ലാ മേഖലകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഭാഗങ്ങളും അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കി തരും. കിടക്കാൻ പോകുന്നത് വരെ ഒരു ഇബാദത്താക്കി മാറ്റണം. അതൊന്ന് അല്പം മനസ്സിലാക്കിയിരിക്കണമെന്ന് ആ വിഷയം കുറച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉറക്കം അത് അല്ലാഹു നമുക്ക് നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ് ഉറക്കം എന്നുള്ളത്. പണ്ഡിതന്മാർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഉറക്കം എന്നുള്ള അല്ലാഹു നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. പക്ഷെ ആ അനുഗ്രഹത്തെ ഒരു ഇബാദത്താക്കി മാറ്റാൻ കഴിയണം. അതെന്താ ചെയ്യേണ്ടത്? ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളുണ്ട് ഒരുപാട്, അതൊക്കെ പാലിക്കണം. കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ മര്യാദകൾ, അതൊക്കെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ടായിരിക്കണം കിടക്കേണ്ടത്. എങ്കിൽ നമ്മുടെ ഉറക്കം പോലും ഇബാദത്തായി തീരുകയാണ്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ കാണാം, കിടക്കാൻ ഉറങ്ങാൻ തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി തങ്ങൾ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹത്തുക്കൾ പറയുന്നു, യുസ്തഹബ്ബു ഖബ്റൻ നൗമി ഈഖാഉസ് സിഖാ. വീട്ടിലുള്ള പാത്രങ്ങൾ, ആ പാത്രങ്ങളൊക്കെ അടച്ചു വെക്കണം. പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ചു വെക്കണം. എന്ന് പറഞ്ഞാൽ വെറുതെയിരിക്കുന്ന പാത്രങ്ങളല്ല, ഉപയോഗിക്കുന്ന പാത്രങ്ങൾ. ആ പാത്രത്തിൽ വല്ലതുമുണ്ടെങ്കിൽ അത് അടച്ചു വെക്കണം. ഒരു പാത്രം തുറന്നു വെക്കരുത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നോക്കൂ നിങ്ങൾ, ഇദാ കാന ജുനുഹുൽ ലൈൽ ഔ അംസൈതും ഫകുഫൂ സിബിയാനകും ഫഇന്ന ശൈത്വാൻ തന്തശിറു ഹീനൈദിൻ ഫഇദാ ദഹബ സാഅത്തും മിനൽ ലൈൽ ഫഹുല്ലുഹും വഅഗ്ലിഖുൽ അബ്വാബ് വദ്കുറു ഇസ്മല്ലാഹ് ഫഇന്ന ശൈത്വാന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖ. ഒരുപാട് ഹദീസുകളുണ്ട്. ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ പാത്രങ്ങളൊക്കെ മൂടി വെക്കണം. രാത്രി കിടക്കാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പാത്രങ്ങൾ തുറന്നിടരുത്. ഇപ്പം വീട്ടിൽ പല സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അത് തുറന്നിട്ട് കിടക്കുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. അല്ലാഹു റസൂൽ പറയുന്നു, ഖത്തുൽ ഇനാ, പാത്രങ്ങളൊക്കെ അടച്ചു വെക്കണം. കാരണം ഫഇന്ന ഫിസ്സനതി ലൈല യൻസുലു ഫിഹാ വബാ. കാരണം വർഷത്തിലൊരു രാത്രിയുണ്ട്. ആ രാത്രിയിൽ വബാ, വലിയൊരു മാരകമായ രോഗമാണ്, ഒരു വ്യാപകമായിട്ടുണ്ടാകുന്ന വലിയൊരു മാരകമായ രോഗമാണ് വബാ, പ്ലേഗ് എന്നൊക്കെ പറയാം. അത് വർഷത്തിലൊരിക്കൽ ഇറങ്ങി വരുമെന്ന. ലാ യമറു ബിഇനാഇൻ ലൈസ അലൈഹി ഗിതാ ഔ സിഖാഇൻ ലൈസ അലൈഹി വിഖാ ഇല്ലാ നസല ഫീഹി മിൻ ദാലിക്കൽ വബാ. നമ്മൾ പാത്രം അടക്കാതിരിക്കുമ്പോൾ, അല്ലാഹു റസൂലാണ് ഈ പറയുന്നത്, പാത്രം അടച്ചു വെക്കാതിരിക്കുമ്പോൾ, നമ്മളെ വീട്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, സാധനങ്ങളുള്ള പാത്രങ്ങൾ അടച്ചു വെക്കാതിരിക്കുമ്പോൾ ഈ വബാ ഇറങ്ങുന്ന രാത്രിയാണെങ്കിൽ ആ പാത്രത്തിനും അത് ഇറങ്ങുന്നു. അതുവഴി ആ രോഗം നമ്മളിലേക്ക് വ്യാപിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി. എത്ര വിഷയം നോക്കുന്നു നമ്മൾ. നിസ്സാരമായി കാണുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. എന്താ അപ്പോൾ അതൊക്കെ എത്ര ഗൗരവമുണ്ടോ? ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു റസൂൽ പറയുന്നത് ഇതൊക്കെ ഗൗരവമുള്ള കാര്യമാണ്. രാത്രി സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ. വീണ്ടും റസൂൽ പറയുന്നു, ഇദാ കാന ജുനുഹുൽ ലൈൽ ഔ അംസൈതും ഫകുഫൂ സിബിയാനകും. രാത്രിയായി കഴിഞ്ഞാൽ കുട്ടികളെ പുറത്തേക്ക് വിടരുത്.
ചെറിയ കുട്ടികളെ നേരം മുഴുവൻ രാത്രി സമയങ്ങളിൽ നമ്മൾ പുറത്തേക്ക് വിടാൻ പാടില്ല. ആ സമയത്ത് ശൈത്താനിൻ്റെ പ്രയാണമുണ്ടാകുന്ന സമയമാണ്. ചെറിയ കുട്ടികളൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ശൈത്താൻ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് അപസ്മാരം പോലെയുള്ള മാരകമായ രോഗങ്ങളുണ്ടാകും. രാത്രി സമയത്ത് കുട്ടികളെ പുറത്തേക്ക് വിടരുത്. പിന്നെ റസൂലുള്ളാഹി പറയുന്നു, കിടക്കുന്ന സമയത്ത് അഗ്ലിഖുൽ അബ്വാബ്, വാതിലുകൾ തുറന്നിട്ട് കിടക്കരുത്, വാതിലുകൾ അടച്ചിട്ട് കിടക്കണം. അടക്കുന്ന സമയത്തോ വദ്കുറുസ്മല്ലാഹ്, ബിസ്മി ചൊല്ലിയിട്ട് വാതിലടക്കണം. ഞാരും കയറാലല്ലോ, നടക്കല്ലേ, നടക്കട്ടെ, അങ്ങനെ നടക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം വാതിലടക്കേണ്ടത്. എന്തേ കാരണം? റസൂലുള്ളാഹി പറയുന്നു, ഫഇന്ന ശൈത്വാന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖാ, ബിസ്മി ചൊല്ലിയിട്ട് അടക്കപ്പെട്ട വാതിൽ, ആ വാതിൽ ശൈത്താൻ തുറക്കുകയില്ല. അപ്പോ ബിസ്മി ചൊല്ലിയായിട്ടായിരിക്കണം വാതിലടക്കേണ്ടത്. ഇല്ലെങ്കിൽ ശൈത്താൻ വീട്ടിൽ കയറും, ശൈത്താൻ്റെ ശല്യം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഇതൊക്കെ നമ്മൾ പതിവാക്കണം. ഇതൊക്കെ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് വീട്ടിൽ പല ശല്യം ഉണ്ടാകുന്നത്. എന്നിട്ട് പിന്നെ പറയും, എന്താണ് അറിയില്ല, എൻ്റെ വീട്ടിൽ സമാധാനമില്ല, ഭയങ്കര പ്രശ്നമാണ്, എവിടെ ഇനി പോയി നോക്കുക, ആരെ കാണുക, അതിന് എന്താ മാർഗം എന്നൊക്കെ ചോദിച്ച് കരഞ്ഞിങ്ങനെ നടക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മൾ പതിവാക്കണം. മുത്തുനബി പറയാണ്, കിടക്കുന്ന സമയത്ത് വാതിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് അടക്കണം. അടച്ചു കഴിഞ്ഞാൽ ശൈത്താൻ ആ വീട്ടിലേക്ക് കയറുകയില്ല. പിന്നെയോ റസൂലുള്ളാഹി പറയുന്നു, വീട്ടിലുള്ള തീകളെല്ലാം കെടുത്തണം. അടുപ്പിൽ തീയുണ്ടായിരിക്കെ കിടന്നുറങ്ങരുത്, തീ കെടുത്തിക്കൊണ്ടിറങ്ങണം. ലാ തത്റുകുന്നാറ ഫീ ബുയൂതികും ഹീന തനാമൂൻ, ഉറങ്ങുന്ന സമയത്ത് അടുക്കളയിൽ തീയുണ്ടോ അത് കെടുത്താതെ ഉറങ്ങരുത്. എത്ര നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഗൗരവത്തോടുകൂടെ പറയുന്നു. നോക്കൂ നിങ്ങൾ, മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇഹ്തറക ബൈത്തും ബിൽ മദീന അലാ അഹ്ലിഹി മിനൽ ലൈൽ, മദീനയിൽ ഒരു ദിവസം ഒരു വീട് കത്തിച്ചാമ്പലായി. മദീനത്തൊരു വീട് ഒരു ദിവസം കത്തിക്കരിഞ്ഞു പോയി രാത്രി. പുണ്യ നബിയോട് എന്നിട്ട് പറഞ്ഞു, നബിയേ, ഇങ്ങനൊരു വീട് കത്തിപ്പോയിട്ടുണ്ട് നബിയേ. മുത്തുനബിയോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇങ്ങനൊരു വീട് കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു റസൂൽ എന്തേ പറഞ്ഞത്? ഉടൻ തന്നെ പറഞ്ഞു, ഇന്ന ഹാദിഹിൻ നാർ ഇന്നമാ ഹിയ അദുവ്വൽ ലക്കും, ആ വീട്ടുകാർ തീ കെടുത്താതെയാണ് ഉറങ്ങിയത്. കിടന്നുറങ്ങുമ്പോൾ തീ കെടുത്തിയിട്ടായിരുന്നു ഉറങ്ങേണ്ടത്, അവർ കെടുത്തിയില്ല. ഇന്ന ഹാദിഹിൻ നാർ ഇന്നമാ ഹിയ അദുവ്വൽ ലക്കും, തീ നിങ്ങളുടെ കഠിന ശത്രുവാണ്. ഫൈദാ നിംതും ഫാത്ഫിയൂഹാ അൻകും, കിടക്കുമ്പോൾ അടുക്കളയിൽ പോയി നോക്കണം, അടുപ്പിൽ തീയുണ്ടോ നോക്കണം. അത് കെടുത്തിയിട്ട് മാത്രമേ കിടന്നുറങ്ങാൻ പറ്റുകയുള്ളൂ. മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരാത്ത വല്ലതുണ്ടോ? കിടക്കുമ്പോൾ പാത്രങ്ങൾ അടച്ചു വെക്കണം. എത്ര നല്ലൊരു ആരോഗ്യപരമായ സമീപനങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തന്നത്. എന്തൊക്കെ പ്രാണികളും മറ്റും വന്ന് നമ്മളെ ഭക്ഷണങ്ങളിലേക്ക് കടക്കുന്നു, അത് നമ്മൾ പിറ്റേ ദിവസം കഴിക്കുന്നു. അതിനി പാത്രത്തിൽ വെക്കുമെന്ന് മാത്രമല്ല, അടച്ചു വെക്കുമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പറയും, ഞങ്ങളാരും പുറത്ത് വെക്കാറില്ല, ഒക്കെ ഫ്രിഡ്ജിലല്ലേ കൊണ്ടുപോയി വെക്കുന്നത്. ശരിയാണ്, ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പോലും അത് അടച്ചു കൊണ്ടുവെക്കണം. നമ്മൾ മീൻകറിയോ ഇറച്ചിയോ മറ്റോ അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങൾ, കാര്യമായിട്ട് പതാണല്ലോ ഇവിടെ ഉണ്ടാകൽ, എടുത്തു വെക്കലേ. ഒരാഴ്ചകൾ ഉണ്ടാക്കി നമ്മൾ എടുത്തു വെക്കും. അൽഹംദുലില്ലാഹ്, എന്നാലും ബേക്കറിയിൽ നിന്ന് വാങ്ങാത്ത നല്ല രീതിയാണ് ഇവിടെ ഉള്ളത്. സഹോദരിമാരൊക്കെ നല്ല നല്ല എണ്ണക്കടികൾ ഉണ്ടാക്കും. ഒരാഴ്ചക്കാരിലൊക്കെ വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്ന എടുത്തു വെക്കും. അതിഥികളെ സൽക്കരിക്കുന്ന നല്ലൊരു മനസ്സ് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. എന്തൊക്കെ എണ്ണക്കടികളാണ് സുബ്ഹാനല്ലാഹ് അവിടെ ഉണ്ടാക്കുന്നത്. ഭയങ്കര അതിൽ വലിയ വിദഗ്ധരാണ് ഇവിടെയുള്ള സ്ത്രീമാർ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു വീട്ടിൽ നിന്ന് ദർസിലെ കുട്ടികൾക്ക് ഒരുപാട് എണ്ണക്കടി കൊണ്ടുവന്നു. മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവരിന്ന് മരണപ്പെട്ടു പോയ ഉപ്പയുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമായി കൊടുക്കുമാറാവട്ടെ. പിന്നൊരു ദിവസം ഒരു കുട്ടി, ആ കുട്ടിയുടെ വയസ്സ് തികയുന്ന ദിവസമാണെന്ന് പറഞ്ഞ്, ബർത്ത്ഡേ തരം നല്ലതല്ലല്ലോ, എന്നാൽ വയസ്സൊക്കെ തികയുന്ന ദിവസം, ഒരു വർഷം തികഞ്ഞല്ലോ എന്ന നിലക്ക് സന്തോഷത്തിന് വേണ്ടി അള്ളാഹുവിനക്ക് ശുക്ർ എന്ന നിലക്ക് മുത്തഅല്ലിമീങ്ങൾക്ക് അസറിന് ശേഷമുള്ള
എണ്ണപ്പലഹാരം കൊണ്ടുവന്ന് കൊടുക്കുകയുണ്ടായി. അള്ളാഹു ആ കുട്ടിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആ കുട്ടിക്ക് ദീർഘകാലം ജീവിക്കാനും നാഫിയായാലും പഠിക്കാനും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മോനായി മാറാനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അപ്പോൾ ഈ എണ്ണപ്പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ എടുത്തു വെക്കും, ഫ്രിഡ്ജിൽ എടുത്തു വെക്കും, കേടായിരിക്കണം വേണ്ടി. പക്ഷേ അതെടുത്ത് വെക്കുമ്പോഴും ആ പാത്രം അടച്ചുകൊണ്ട് എടുത്തു വെക്കണം. അല്ലാതെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് ശാരീരികമായി കേടാണെന്ന് മാത്രമല്ല മാനസികമായി കൊണ്ടും പല രോഗങ്ങൾക്കത് കാരണമായി തീരും. ശൈത്താൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ശാരീരികമായ രോഗം മാത്രമല്ല ഉണ്ടാകുക, മാനസികമായിട്ട് രോഗം ഉണ്ടാകും. അപ്പോൾ എടുത്തു വെക്കുന്ന സമയത്ത് അതൊക്കെ എടുത്തു വെക്കണം. കിടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കിടക്കുന്ന സമയത്ത് നമ്മുടെ സമ്പത്തിനെക്കുറിച്ച് വസിയത്ത് എഴുതിക്കൊണ്ടായിരിക്കണം കിടക്കേണ്ടത്. വസിയത്ത് പറഞ്ഞിട്ടോ എഴുതി വെച്ചിട്ടായിരിക്കണം കിടക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരുപാട് കടങ്ങളുണ്ടെങ്കിൽ ആ കടമൊക്കെ ഇന്നാലിൻ്റെ രീതിയിൽ കൊടുക്കാറുണ്ട്, ഇന്നയാൾ കൊടുക്കാറുണ്ട്. നമ്മുടെ ഭാര്യയ്ക്ക് അറിഞ്ഞിരിക്കണം നമ്മുടെ കടങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാക്ക് അറിഞ്ഞിരിക്കണം, നമ്മുടെ ഉമ്മാക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് അറിഞ്ഞിരിക്കണം നമ്മുടെ കടത്തെക്കുറിച്ച്. അവരോട് പറഞ്ഞിട്ടേ ഉറങ്ങാവൂ. റസൂലുള്ളാഹി പറഞ്ഞു നോക്കൂ നിങ്ങൾ, മാ ഹഖ്കും മുസ്ലിമിൻ ലഹു ഷൈഉൻ യുസീ ഫീഹി യബീതു ലൈലത്തൈൻ ഇല്ലാ വസിയതുഹു മക്തൂബത്തുൻ ഇൻദാ. കിടക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള സമ്പത്തിനെക്കുറിച്ച്, അതിൻ്റെ ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത്, എവിടെ നിന്നൊക്കെയാണ് കിട്ടാനുള്ളത്, ഇത് നമ്മൾ ആരെങ്കിലും ബോധ്യപ്പെടുത്തി അവർക്ക് വസിയത്ത് ചെയ്തിട്ടേ കിടക്കാവൂ. കാരണം റസൂലുള്ളാഹി പറയുന്നു, നേരം വെളുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നാളെ നേരം വെളുക്കുമെന്ന് എന്ത് പ്രതീക്ഷ നമുക്കുള്ളത്? ജീവിക്കുന്നെന്ന് പ്രതീക്ഷയാണുള്ളത്? ഒരു പ്രതീക്ഷ നമുക്കില്ലല്ലോ. ഏത് സമയത്തും മരിക്കാമല്ലോ. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിനെക്കുറിച്ച്, നമ്മുടെ കടങ്ങളെക്കുറിച്ച്, നമ്മുടെ ബാധ്യതകളെക്കുറിച്ച് അതൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം കിടക്കേണ്ടത്. മറ്റൊന്ന്, കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ഡിതന്മാർ പറയുന്നു, അദാ ഉദ്ദുയൂൻ, കടങ്ങളൊക്കെ വീട്ടിയിട്ടായിരിക്കണം കിടക്കേണ്ടത്. കടം കൊടുക്കാണ്ടെങ്കിൽ വീട്ടണം, അല്ലെങ്കിൽ അത് എഴുതി വെക്കണം. ഇന്നയാൾക്ക് കൊടുക്കാണ്ടത് ഇത്രയാണ് കൊടുക്കാനുള്ളത്, അത് കൊടുക്കാനുള്ള മാർഗം ഇന്നതാണ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചുകൊണ്ടായിരിക്കണം കിടക്കേണ്ടത്. മറ്റൊന്ന്, കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തൗബ ചെയ്തുകൊണ്ടായിരിക്കണം കിടക്കേണ്ടത്. കിടക്കുന്നതിന് മുമ്പ് മനസ്സുരുകിക്കൊണ്ട്, അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിൽ ഇന്നലകളിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി, നിനക്കിഷ്ടമില്ലാത്ത പലതും ഞാൻ ചെയ്തു പോയി. ഗഫൂറായ അല്ലാഹ്, സത്താറായ അല്ലാഹ്, നീ പൊറുക്കണം. ഇനി ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല. ഈ ഒരു ബോധത്തോടുകൂടെ തൗബ ചെയ്യണം. തൗബ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാ. തൗബ എന്ന് പറഞ്ഞാൽ വെറും അല്ലാണ്ട് പൊറുക്കലിനെ ചോദിക്കലല്ല, കഴിഞ്ഞുപോയ തെറ്റിനെക്കുറിച്ച് ഖേദിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കതൊരു ദിവസം ക്ലാസ് എടുക്കാം. കഴിഞ്ഞുപോയ തെറ്റിനെക്കുറിച്ച് ഖേദിക്കണം, ഇനി ആ തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ ഭാവിയിൽ അത് ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവണം. ഇനി ഞാൻ ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല എന്നുള്ള ഉറപ്പോടുകൂടെ, ആ ദൃഢനിശ്ചയത്തോടുകൂടെ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടായിരിക്കണം കിടക്കേണ്ടത്. കിടക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തോ ആ തെറ്റിനെ കുറിച്ചൊക്കെ തൗബ ചെയ്തുകൊണ്ടായിരിക്കണം കിടക്കേണ്ടത്. പിന്നൊന്ന്, കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നിസ്കാരം വല്ലതും ഉണ്ടെങ്കിൽ അത് നിർവഹിച്ചിട്ടേ കിടക്കാവൂ. ഇഷ നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിക്കാതെ കിടക്കരുത്. ഇനി കിടക്കാം എന്തുറപ്പുണ്ടെങ്കിൽ, ഞാൻ രാത്രി ഉണർന്ന് നിസ്കരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കിടക്കുന്നതിന് കുഴപ്പമില്ല. അതല്ല എങ്കിൽ, ഞാൻ ഇപ്പം നിസ്കരിക്കാതെ കടന്നാൽ സുബഹിൻ്റെ എണീക്കൂലേ, എൻ്റെ ഇഷ നഷ്ടപ്പെടുമോ എന്ന് പേടിയുള്ള ആളാണെങ്കിൽ ആ നിസ്കാരം നിർവഹിക്കാതെ കിടന്നുറങ്ങൽ ഹറാമാണ്. അപ്പോൾ ഇഷ നിസ്കരിക്കാതെ കിടന്നുറങ്ങരുത്. അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ അവർക്ക് ധൈര്യം ഉണ്ടാകണം, ഉറപ്പുണ്ടാകണം, ഞാൻ എണീക്കും, നിസ്കരിക്കുന്ന ഉറപ്പുണ്ടാകണം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ മാത്രമേ ആ സമയത്ത് ഉറങ്ങാവൂ. ഇനി ഉറക്കം തന്നെ, ഉറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഉറക്കം അന്ന് എപ്പോഴൊന്നും കടന്നുറങ്ങുന്ന ശൈലി നല്ലതല്ല. ഉറക്കം പല ഉറക്കങ്ങളുണ്ട്. രാത്രി ഉറങ്ങുന്നവരുണ്ട്, പകലുറങ്ങുന്നവരുണ്ട്, രാവിലെ ഉറങ്ങുന്നവരുണ്ട്, ക്ലാസ്സിന് വന്നിട്ടിരുന്ന് ഉറങ്ങുന്നവരുമുണ്ട്. അല്ലേ? ഇപ്പം എത്ര ആൾക്കാർ ഉറങ്ങുന്നുണ്ടാവും? അത് ഉറങ്ങണില്ലേ? എന്നൊക്കെ ശ്രദ്ധിച്ചോളൂ. ഉറക്കക്കാരെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുബഹിക്കുള്ള ഉറക്കം, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഉറക്കം. എപ്പോഴെങ്കിലും ഉറങ്ങുന്നതിനും കുഴപ്പമൊന്നുമില്ല. ചില ദിവസങ്ങളൊക്കെ ക്ഷീണം ഉണ്ടായി അങ്ങനെ ഉറങ്ങേണ്ട കുഴപ്പമില്ല. ദിവസവും സുബഹിൻ്റെ ശേഷം ഉറങ്ങുന്ന ആളുകൾ
ഇബ്നു അബ്ബാസ് അല്ലാഹ് പറയാണ്, ഒരു ദിവസം ഇബ്നു അബ്ബാസ് അല്ലാഹ് നടന്നു പോകുമ്പോൾ മകൻ സുബഹിന് ശേഷം ഉറങ്ങുക. അത് കണ്ടപ്പോൾ പറഞ്ഞു, കും അത്തനാമു ഫി സഅത്തല്ലതി തുഖസ്സമു ഫിഹൽ അർസാഖ്. മോനോട്, മോനെ ഈ സമയത്ത് നീ ഉറങ്ങരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റിസ്കുകൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഓരോ ദിവസത്തെ അല്ലാഹു നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഓഹരി വെക്കുന്ന സമയമാണിത്. ഈ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ദാരിദ്ര്യമുണ്ടായിത്തീരുന്നതാണ്. മഅദല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ദിവസവും സുബഹിന് ശേഷം കിടന്നുറങ്ങിയാൽ ദാരിദ്ര്യം വർദ്ധിക്കും. എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അധികം ആൾക്കിപ്പോൾ അങ്ങനെ ശൈലിയായി മാറിയിട്ടുണ്ട്. സുബഹി നിസ്കരിക്കുക, കിടന്നുറങ്ങുക, അതൊഴിവാക്കണം. എപ്പോഴെങ്കിലൊക്കെ ഉറക്കം വല്ലാതെ ക്ഷീണം വന്നു, പ്രയാസം വന്നാൽ ഉറങ്ങുന്നതിനല്ല ഞാനീ പറയുന്നത്. സ്ഥിരമായ സുബഹിൻ്റെ ശേഷമുള്ള ഉറക്കം അത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്നാണ്. 3 ഉറക്കം പറയുന്നുണ്ട് മനുഷ്യന്മാർ ഉറക്കത്തെക്കുറിച്ച്. പകലിലെ 3 ഉറക്കങ്ങൾ. ഒന്ന് ഖുലുഖുൻ വഹുറഖുൻ വഹുംകുൻ. ഒരു ഉറക്കം അത് ഹംക്ക്. ഹംക്ക് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അത് ഹംക്കൾ ഉറങ്ങണ ഉറക്കം എന്നാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പൊട്ടന്മാർ ഉറങ്ങണ, വിവരമില്ലാത്ത ആളുകൾ ഉറങ്ങുന്ന ഉറക്കമുണ്ട്. ആ ഉറക്കത്തിനോട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതേതാ ഉറക്കം? അത് അസറിൻ്റെ ശേഷമുള്ള ഉറക്കം. അസർ നിസ്കാരം കേട്ട് ഒരിക്കലും ഉറങ്ങരുത്. അത് പല നിലക്കും പ്രയാസം ഉണ്ടാക്കും. നൗമത്തുൽ ഹുംകി ബഅദൽ അസ്രി ലാ യനാമുഹാ ഇല്ലാ സഖറാൻ ഔ മജ്നൂൻ. അസറിൻ്റെ ശേഷം ഉറങ്ങുന്നത് അത് സ്ഥിരമായിട്ടൊരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഭ്രാന്തൻ വരാൻ സാധ്യതയുണ്ടെന്നാ. സ്ഥിരമായിട്ട് അസറിൻ്റെ ശേഷം ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവനക്ക് ഭ്രാന്ത് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാ. അല ഇന്ന നൗമത്തിൽ ളുഹാ തൗരിസുൽ ഫതാ ഖബാലും വനൗമാത്തുൽ ഉസൈരി ജുനൂനു. നൗമാത്തുൽ ഉസൈർ, അസറിന്റെ സമയത്തുള്ള ഉറക്കം, അത് ഭ്രാന്തിന് വരെ സാധ്യതയുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരിക്കലും ചെയ്തു പോകരുത്. സുബൈൻ അസറിൻ്റെ ശേഷമുള്ള ഉറക്കം. ഒരു ദിവസം ക്ഷീണം വന്നു, അല്ലെങ്കിൽ അസുഖം വന്നു, അത് ഉറങ്ങിയാൽ കുഴപ്പമില്ല. പണ്ഡിതന്മാർ പറയുന്നുണ്ട് അസറിൻ്റെ ശേഷം തന്നെ നമുക്ക് ക്ഷീണം വന്നു, ഉറങ്ങിയാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ പതിവായിക്കൊണ്ട് അസറിൻ്റെ ശേഷമുള്ള ഉറക്കം, അത് കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വന്നാൽ ചിലപ്പോൾ ഉറക്കം ഉണ്ടാവും. ക്ഷീണിച്ച അവശരായിക്കൊണ്ട് കുട്ടികൾ ഉറങ്ങുന്ന രീതിയുണ്ട്, അത് ശ്രദ്ധിക്കണം. ആ സമയത്ത് ഉറങ്ങിപ്പോകരുത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതി കഴിഞ്ഞ് 6 മണിക്ക് കിടന്നുകൂടെ. ഒരു പ്രഭാത സമയത്തുള്ള ഉറക്കം പരമാവധി ഒഴിവാക്കാണ് വേണ്ടത്. സുബഹി 6 മണിയായി എങ്കിൽ പോലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയ സമയം പറഞ്ഞുതരാം. ആ സമയത്ത് ഉറങ്ങാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, അയ്യോ പറയാൻ പോണ്ട്. ഏതായാലും സുബഹിന്റെ സമയത്ത് പണ്ഡിതന്മാർ പറയുന്നത് ആ സമയത്തുള്ള ഉറക്കം അള്ളാഹു നമുക്ക് ഭക്ഷണങ്ങൾ വീതിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നിശ്ചയിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തടയുന്ന അവസ്ഥ വരും. നിങ്ങൾ ഉറങ്ങുന്നതോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ പറയല്ല, അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്ന നന്മ തടയപ്പെടേണ്ട വിചാരിച്ചിട്ട് പറയാണ്. അല്ല നിങ്ങളൊക്കെ ഉറങ്ങുന്നത് നിങ്ങളോട് അസൂയ, എനിക്കതിൽ ഉറങ്ങാൻ പറ്റില്ല, ഉസ്താദിന് ഇപ്പോൾ ഏതെല്ലാം സമയത്ത് ഉറങ്ങാൻ പറ്റില്ല, ക്ലാസ്സല്ലേ, അപ്പം പിന്നെ ഞങ്ങൾ ഉറങ്ങുന്നതോടുള്ള അസൂയ കൊണ്ട് പറയണല്ല. അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. ഇത് ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ നോമുഹു ഹിർമാനുൻ, നമുക്ക് അള്ളാഹു ഉദ്ദേശിച്ച നന്മകളൊക്കെ തടയപ്പെടുന്ന. കാരണം അള്ളാഹു സുബ്ഹാനഹു ഏറ്റവും കൂടുതൽ ബർക്കത്ത് ചൊരിയുന്ന സമയം എപ്പോഴാണ്? പ്രഭാത സമയം അല്ല. നമ്മൾ കുടിരിക്കലൊക്കെ രാവിലെ ആക്കി നിന്നുകൊണ്ടാ. പ്രഭാത സമയത്താണ് നല്ലത് കൂടിരിക്കൽ. അതെന്തുകൊണ്ടാ? അള്ളാഹു തആല ബർക്കത്ത് ചൊരിയുന്ന സമയം എപ്പോഴാണ്? കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? സുബഹിന്റെ സമയമാണ്. ഒരു കുട്ടിക്ക് പഠിക്കാൻ ഏറ്റവും നല്ല സമയം സുബഹിന്റെ സമയമാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ മദ്രസകൾ അധികം 6 മണിക്ക് ആരംഭിക്കും. 6 മണിക്ക് മദ്രസ ആരംഭിക്കും. ഈ രാത്രി മദ്രസ സമ്പ്രദായം ഇല്ല ഞങ്ങളുടെ നാട്ടിലൊന്നും. സുബഹി നിസ്കാരം കഴിഞ്ഞ് 6 മണിക്ക് ആരംഭിക്കും, നേരെ വരെ ഒരു ബാച്ച്, പിന്നെ 7 മുതൽ 9 മണി വരെ, അല്ലെങ്കിൽ 9 വരെ മറ്റേ ബാച്ച്. ഈ കാരണം സുബഹിയുടെ സമയത്ത് കുട്ടികളുടെ ബുദ്ധിക്ക് ഏറ്റവും നല്ല സമയമാണത്. ഓർമ്മശക്തി വർദ്ധിക്കാൻ, പെട്ടെന്ന് കാര്യം ഗ്രഹിക്കാൻ ഏറ്റവും നല്ല സമയമാണ് സുബഹിന്റെ സമയത്തുള്ള പഠനം. അത് ഇസ്ലാം മാത്രം പറയുന്നല്ല. നിങ്ങൾ ആരോഗ്യ മാസികകൾ പരിശോധിച്ച് നോക്കും. നിങ്ങൾ കുട്ടികളെ പഠനത്തെക്കുറിച്ച് പറയുന്ന പുസ്തകങ്ങൾ നോക്കും. നിങ്ങൾ പഠനം രസകരം വിജയം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്.
മുരളീധരൻ മല്ലമുറ്റും എഴുതിയ നല്ലൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടികൾക്ക് ഏറ്റവും നല്ല സമയം പ്രഭാതത്തിൽ നേരത്തെ എണീക്കുക, കയ്യും മുഖവും കാലും കഴുകുക, എന്നിട്ട് ധ്യാനത്തിലിരിക്കുക, എന്നിട്ട് പഠിക്കുക. ഇതല്ലേ ഇസ്ലാം പറയുന്നത്? കയ്യും കാലും മുഖം കഴുകുന്നതിനല്ലേ ഒളു എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു കയ്യും കാലും മുഖം കഴുകുക, നമ്മൾ പറഞ്ഞു മുഖം കയ്യും കാലും കഴുകുക, തല തടവുക, ചെവി തടവുക. എന്നിട്ട് ധ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞു ഒരു ബിന്ദുവിൽ അല്പനേരം കേന്ദ്രീകരിച്ചിരിക്കുക, ഒരു വസ്തുവിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അതല്ല ഇസ്ലാം പറയുന്നത്. കയ്യും മുഖം കാലും കൈയൊക്കെ കഴുകി ബ്രഷ് ചെയ്ത് ഒതൊക്കെ ചെയ്ത് അല്ലാഹ് എന്ന് പറയുന്ന ഒന്നിൽ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് കുട്ടികൾ പഠിക്കട്ടെ, പഠനം പെട്ടെന്ന് എളുപ്പമാകും. അദ്ദേഹം പറയുന്നു, ഇതല്ലേ ഇസ്ലാം പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഉറങ്ങാതിരുന്ന് നമ്മളെ കുട്ടികൾക്ക് വല്ലതും പഠിപ്പിച്ചു കൊടുത്താൽ അത് വലിയ ഉപകാരം ചെയ്യും, വലിയ ഫലം ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്ന് വിചാരിച്ച സമയത്തുള്ള കിടത്ത് ഹറാമൊന്നുമല്ല കേട്ടോ. സുബഹിന്റെ ശേഷമുള്ള ഉറക്കം ഹറാമൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഹറാമൊന്നുമല്ല, പക്ഷേ ആരോഗ്യപരമായിട്ടും ക്ഷീണം ചെയ്യും. ഇസ്ലാം പറയുന്നു നല്ല നന്മകൾ നഷ്ടപ്പെടും. അല്ലാഹു തആല നന്മകളൊക്കെ ചെയ്യുന്ന സുബഹിന്റെ സമയത്ത്, പ്രഭാത സമയത്താണ്. വീടിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടത് അപ്പോഴാണ്. പ്രഭാത സമയം ളുഹാ സമയത്താണ് വീടിരിക്കാൻ ഏറ്റവും നല്ലത്. ആ സമയത്ത് നല്ലതാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള നല്ല കാര്യങ്ങളൊക്കെ നിക്കാഹ് ചെയ്യാനും ഏറ്റവും നല്ലത് പ്രഭാത സമയമാണ്. വെള്ളിയാഴ്ച ദിവസമാകുക, പ്രഭാതത്തിലാകുക, പള്ളിയിൽ വെച്ചായിരിക്കുക, ഷവ്വാൽ മാസത്തിലായിരിക്കുക, നിക്കാഹിന് ഏറ്റവും നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസത്തിലായിരിക്കുക, പ്രഭാത സമയത്തായിരിക്കുക, ഒരു 10 മണിക്ക്. പിന്നെ പള്ളിയിൽ വെച്ചുകൊണ്ടായിരിക്കുക, ഷവ്വാൽ മാസത്തിലായിരിക്കുക. ഇതൊക്കെ നിക്കാഹിന് നല്ലതാണ്. എന്തുകൊണ്ടാ? പ്രഭാത സമയത്തിന് ബർക്കത്ത് കൂടുമെന്നാണ്. നമ്മുടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പ്രഭാതത്തിലായിരിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആ സമയത്തുള്ളൊരു ഉറക്കം പ്രഭാത സമയത്തുള്ള ഉറക്കം അതൊന്ന് ഒഴിവാക്കേണ്ട ഉറക്കമാണ്. രണ്ടാമത്തെ ഉറക്കം ഞാൻ പറഞ്ഞു, അസറിൻ്റെ സമയത്തുള്ള ഉറക്കം. അതും പണ്ഡിതന്മാർ പറയുന്നു ആ സമയത്തുള്ള ഉറക്കവും നല്ലതല്ല. അത് ഭ്രാന്ത് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പല നിലക്കുള്ള അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു ഉറക്കമാണ് അൽ ഖുലുഖ് എന്ന് പറയുന്ന ഉറക്കം. അത് വഹിയ ഖുൽഖു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതിയായിരുന്നു ഉറക്കം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമായിരുന്നു. എപ്പോഴും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയിരുന്ന ഒരു ഉറക്കമുണ്ട്. അത് എല്ലാ ദിവസവും ളുഹറിൻ്റെ മുമ്പായി കൊണ്ടുള്ള ഉറക്കം. അത് വളരെ നല്ല ഉറക്കമാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഉറങ്ങിക്കൊള്ളും. എപ്പോൾ? ആ സമയത്ത് ഉറങ്ങിയാൽ മുത്താലിയും കൂടെ പട്ടിണി കിടക്കേണ്ടി വരും അല്ലേ? ഉസ്താദിൻ്റെ ചോറും കിട്ടൂല. നാളെ മുതൽ ഉച്ചക്ക് ചോറ് വഴുകും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഉസ്താദ് പറഞ്ഞിരുന്ന ഈ സമയത്ത് ഉറങ്ങാൻ, ഞങ്ങളൊക്കെ ഉറങ്ങി വൈകിട്ട് ഞങ്ങളെല്ലാം കുറ്റക്കാരും ഉസ്താദ് തന്നെ കുറ്റക്കാരെന്ന് പറയും അല്ലേ? ആ സമയത്തുള്ള ഉറക്കം എന്താ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചെയ്തോളൂ. ആ സമയത്തുള്ള ഉറക്കം വലിയ പുണ്യമുള്ള ഉറക്കം. റസൂൽ മഹാനായ ഉമറുല്ലാനെ പറയുന്ന നോക്കുമ്പോൾ ഉമറുല്ലാനെ പറഞ്ഞു, കീലു ഫൈന ശൈത്വാന ലാ തകീൽ, നിങ്ങൾ കൈലൂലത്തിൻ്റെ ഉറക്കം ഉറങ്ങണം. കാരണം ഫൈന ശൈത്വാൻ, നിശ്ചയമായിട്ട് ശൈത്താൻ ലാ തകീൽ, ശൈത്താൻ ആ സമയത്ത് ഉറങ്ങാറില്ല. ഷെയ്ത്താൻ ഉറങ്ങാത്ത സമയമാണ് നമ്മൾ ഉറങ്ങേണ്ട സമയമാണെന്ന് പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഉമറുല്ലാൻ പറയാണ്, കീലു ഫഇന്ന ശൈത്വാന ലാ തുഖീൽ, ആ സമയത്ത് നിങ്ങൾ ഉറങ്ങണം. ഷെയ്ത്താൻ ആ സമയത്ത് ഉറങ്ങൂല. ആ സമയത്ത് ഉറങ്ങിയ വേറെ ഗുണം കൂടി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആ സമയത്ത് ദിവസം ഒരാൾ ഉറങ്ങി ശീലിക്കുന്ന ആളുകൾക്ക് തഹജ്ജുദിന് എണീക്കാൻ കഴിയുമെന്നാണ്. തഹജ്ജുദിന് ഒരാൾക്ക് എണീക്കാൻ കഴിയണമെങ്കിൽ ആ സമയത്ത് ഉറങ്ങണം നല്ലതാണ്. ആ സമയത്ത് ഉറങ്ങുന്ന വഴി തഹജ്ജുദിന് എണീക്കാൻ എളുപ്പമായി തീരുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് കഴിയുമെങ്കിൽ ഉറങ്ങണമെന്നൊന്നുമില്ല. പണ്ഡിതന്മാർ പറയുന്നത് ആ സമയത്ത് കിടന്നാൽ മതി. ഒരു 5 മിനിറ്റ്. നിങ്ങൾ തിരക്കുള്ള ആളുകളായിരിക്കും, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ട തിരക്കുകളുണ്ടാവും. എങ്കിൽ പോലും ആ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് ഒന്ന് ഉറങ്ങുന്നത് അത് പുണ്യമുള്ള കാര്യമാണ്. ഒന്ന് വെറുതെ കിടന്നാൽ മതി. ഇനി ഉറക്കം വരണ്ട, ഉറങ്ങിയില്ല, ഒരു കുഴപ്പമില്ല. ഒന്ന് കിടക്കുക. പക്ഷെ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. അത് മൊത്തം കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, അത് ഞാൻ പിന്നീട് പറയാം. ഒന്ന് കിടക്കുക എന്നുള്ളത് ളുഹറിന് മുമ്പ് പുണ്യമുള്ള കാര്യമാണ്. മാത്രമല്ല അതുവഴി നമ്മുടെ ബുദ്ധി വർദ്ധിക്കുമെന്നാണ്. ഇപ്പോൾ ആധുനിക മെഡിസിൻ പോലും ഈ അടുത്ത് ഞാൻ
ഒരു ആരോഗ്യമാസിക വായിച്ചപ്പോൾ ഇത് കണ്ടതാണ്. ഉച്ചക്ക് ഉറങ്ങുന്ന വിദ്യാർത്ഥികളെയും ഉറങ്ങാത്ത വിദ്യാർത്ഥികളെയും പഠനത്തിന് വിധേയമാക്കിയപ്പോൾ ഉറങ്ങുന്ന വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചത്. അവരെ ബുദ്ധി വർദ്ധിക്കുന്നുണ്ടാ. ഉച്ചക്ക് ഉറങ്ങുന്ന പറഞ്ഞാൽ ഉച്ച ഭക്ഷണം കഴിച്ചിട്ട് അസുരരെ കടന്നുറങ്ങാന്നല്ല. നട്ടുച്ച നേരം എന്ന് പറഞ്ഞാൽ ആ ളുഹ്ർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് ഒരു 10 മിനിറ്റ് കിടക്കുക. ഇനി ഉറങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് കിടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ബുദ്ധി വർദ്ധിക്കും, ക്ഷീണം മാറും. മാത്രമല്ല തഹജ്ജുദിന് എണീക്കാൻ, സുബഹിയുടെ മുമ്പ് എണീക്കാൻ നമ്മുടെ മനസ്സിന് പ്രേരണ ഉണ്ടാകും. മനസ്സിന് ഇങ്ങനെ തഹജ്ജുദിന് എണീക്കണം. ആ സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ എണീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീരാൻ ഏറ്റവും നല്ലതാണ് ഉച്ചയുടെ മുമ്പുള്ള ഉറക്കം. നിങ്ങൾ കഴിയുമെങ്കിൽ അത് പതിവാക്കുക. ഞാൻ നിർബന്ധിക്കുന്നില്ല, കാരണം നിങ്ങൾ വീട്ടിലൊക്കെ സ്ത്രീകളാണ്, എല്ലാവരും ആ സമയത്ത് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുത്താലിങ്ങൾ പട്ടിണിടക്കും, വീട്ടുകാരൊക്കെ പിന്നെ ബുദ്ധിമുട്ടാകും, പിന്നെ കുറ്റൊക്കെ എനിക്കായിരിക്കും വരിക. അപ്പോൾ അത് വേണ്ട, കഴിയുമെങ്കിൽ ഒന്ന് കിടന്ന് എണീക്കുകയും ചെയ്യുക. അത് കൂലി ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി അല്ലാത്തൊരു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഉറങ്ങൽ, ഈ പകൽ സമയങ്ങളിൽ ഉറങ്ങേണ്ട രീതികളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1, ശുദ്ധി ഉണ്ടായിരിക്കണം, ഒളു ഉണ്ടാക്കിയിരിക്കണം. ഒളു ഉണ്ടാക്കിയിട്ടേ കിടന്നുറങ്ങാവൂ. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കൂലിയുണ്ട്, ഒരുപാട് ഗുണം ലഭിക്കും നമുക്ക്. ഒളു ചെയ്തുകൊണ്ട് ലാ തജ്ലിബന്നൗമൻ വലാ തകുനായിമാ ഇല്ലാ അലാ ദിക്രിൻ വതുഹിരിൻ കാമിലാ. കിടക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് ഒളു ഉണ്ടായിരിക്കുക, അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ആവാ ഇലാ ഫിറാഷിഹി താഹിറൻ യദ്കുറു സ്മല്ലാഹി തആല ഹത്താ യുദ്രികഹുൻ നുആസ് ലം യൻകലിബ് സഅതൻ മിനൽ ലൈലി യസ്അലുല്ലാഹ അസ്സ വജല്ല ഫീഹാ ശൈഅൻ മിൻ ഖൈരിദ് ദുനിയാ വൽ ആഖിറ ഇല്ലാ അഅതാഉല്ലാഹു ഇയ്യാ. ഒരാൾ കിടപ്പറയിലേക്ക് പോകുമ്പോൾ, കിടക്കാൻ വിരിപ്പിലേക്ക് പോകുന്ന സമയത്ത് ഒളു ഉണ്ടാക്കി കിടക്കുമ്പോൾ ദിക്ർ ചൊല്ലിക്കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ആ കിടപ്പറയിൽ കിടന്നുകൊണ്ട് എന്ത് റബ്ബിനോട് ചോദിച്ചാലും അള്ളാഹുവിനക്ക് കൊടുക്കുന്നതാണ് മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ പണിയുള്ളൂ? ഒന്ന് ഒതുണ്ടാക്കുക, ബ്രഷ് ചെയ്യുക, കിടക്കുക, കിടക്കുമ്പോൾ ദിക്ർ ചൊല്ലി കിടക്കുക, ശുദ്ധി ഉണ്ടാക്കിയിട്ട് കിടക്കാവൂ. റസൂലുള്ളാഹി പറയുന്നു, തഹ്ഹിറു ആദിഹിൽ അജ്സാദ് തഹറകുമുല്ലാഹ്. കിടക്കുന്ന സമയത്ത് ശരീരത്തെ ശുദ്ധീകരിച്ച് കിടന്നോളൂ, എന്നാൽ അള്ളാഹു നിങ്ങളെയും ശുദ്ധീകരിക്കുന്നതാണ്. فإنه ليس من عبد يبيت طاهرا إلا بات معه في شعاره ملك لا ينقلب ساعة من الليل إلا قال اللهم اغفر لعبدك فإنه بات طاهرا. റസൂലുള്ളാഹി പറയാണ്, ഒളു ഉണ്ടാക്കി നമ്മൾ കിടക്കുമ്പോ അൽഹംദുലില്ലാഹ് നമ്മളെ കട്ടിലിന്റെ തൊട്ടപ്പുറത്തതാ ഒരു മലക്ക് നിൽക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ, നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ, നമ്മുടെ അറക്കുള്ളിൽ നാം കിടക്കുന്ന കട്ടിലിന്റെ തൊട്ടപ്പുറത്ത് ഒരു മലക്ക് നിൽക്കുകയാണ്. ആ മലക്കിന്റെ പണി എന്താ? ലാ യൻകലിബു സഅതൻ മിനൽ ലൈലി ഇല്ലാ ഖാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫഇന്നഹു ബാത താഹിറാ. ആ മലക്ക് ഇങ്ങനെ ദ്വാരക്കന്നെ നേരം വെളുക്കുന്നത് വരെ, ഒരു വട്ടല്ല, 2 പ്രാവശ്യമല്ല, 3 അല്ല, നേരം വെളുക്കുന്നത് വരെ മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവേ യഗ്ഫിർ ലി അബ്ദിക്, റബ്ബേ നിന്റെ അടിമക്ക് നീ പുറത്തു കൊടുക്ക്. ഫഇന്നഹു ബാത താഹിറാ, അവൻ ശുദ്ധിയുള്ളവനായിട്ടാണ് കിടന്നത്, അവൻ ഒളു എടുത്തുകൊണ്ടാണ് കിടന്നത്, അതുകൊണ്ട് റബ്ബേ അവർക്ക് നീ പുറത്തു കൊടുക്ക്, അവനക്ക് നീ പുറത്തു കൊടുക്ക്. നേരം വെളുക്കുന്നത് വരെ അൽഹംദുലില്ലാഹ് നമുക്ക് വേണ്ടി മലായികത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും റസൂലുള്ളാഹി പറയുന്നു, ലാ തനാമു ഇല്ലാ അലാ വുളൂഇൻ വഇന്നൽ അർവാ തുബാസു അലാ മാ ഖുബിലത് അലൈഹി ഇദാ നാമൽ അബ്ദു അലാ തഹാറ റുഫിയ റൂഹുഹു ഇലൽ അർശ്. എന്താണ് ആ പറഞ്ഞ വാക്കൊക്കെ? കിടന്നുറങ്ങുന്ന സമയത്ത് ഒളു ഉണ്ടാക്കിയ ഒരാൾ കിടന്നാൽ അവന്റെ റൂഹിനെ അല്ലാഹു തആല അർശിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മുതൽ അതൊക്കെ ഒന്ന് പതിവാക്കണം നമ്മൾ.
കിടന്നുറങ്ങുന്ന സമയത്ത് ഒളു ഉണ്ടാക്കി കിടന്നാൽ നമ്മുടെ റൂഹുകളെ അർശിലേക്ക് ഉയർത്തപ്പെടുന്നു. ഒരു സഹാബി പറയുന്നു, നോക്കൂ നിങ്ങൾ, ഒളുണ്ടാക്കി കിടന്നുറങ്ങുന്നവൻ ഏതുപോലെയാണ്? നിസ്കരിക്കുന്നവനെ പോലെയാണ്, നിസ്കരിക്കുന്ന നോമ്പുകാരനെ പോലെയാണ്. എന്ത് സുഖമായിട്ട് കിടന്നുറങ്ങണം നമ്മൾ. പക്ഷേ നമ്മൾ ഉറക്കത്തിന് കൂലി എത്രയാണ്? ഒരാൾ നോമ്പ് നോറ്റിട്ട് നിസ്കരിക്കുന്നു, അവൻ്റെ കൂലി പോലെയാണ് ഒളു ഉണ്ടാക്കി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ. എന്തേ പറഞ്ഞത്? ഒളു ഉണ്ടാക്കി കിടന്നുറങ്ങുന്നവൻ അവനേതുപോലെയാണ്? നോമ്പ് നോറ്റിട്ട് നിസ്കരിക്കുന്നവനെ പോലെയാണ്. നിസ്കരിക്കുന്നു, നോമ്പുമുണ്ട്, അവന്റെ പ്രതിഫലം എത്രയാണോ അതേ പ്രതിഫലം ലഭിക്കുന്നു ശുദ്ധിയോടുകൂടെ കിടന്നിറങ്ങുമ്പോ. അൽഹംദുലില്ലാ, എത്ര കൂലിയാണ് കിട്ടുന്നത്. വീണ്ടും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഒന്നുണ്ടാക്കി കിടന്നാൽ ഒന്നുണ്ടാക്കി കിടന്നു കഴിഞ്ഞാൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവൻ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ റൂഹത ആകാശത്തിലേക്ക് ഉയരുകയാണ്, അർശിലേക്ക് ചെല്ലുകയാണ്. ഒതുണ്ടാക്കി കിടന്നവനാണോ അവൻ്റെ റൂഹ് ചെന്നിട്ട് സജദ തഹ്തൽ അർശി, അള്ളാന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ വലിയ സൃഷ്ടിയായ അർശിന്റെ താഴെ പോയി സുജൂദ് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. എന്ത് നമ്മുടെ റൂഹ് പോയിട്ട് അർശിന്റെ താഴ്ഭാഗത്ത് സുജൂദ് ചെയ്യുന്നു. എന്തേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ? ഒന്ന് ഒതുണ്ടാക്കി കിടക്കുക, ഒന്ന് പതിവാക്കിക്കൂടെ, നമുക്ക് ഒന്ന് ജീവിതത്തിൽ പതിവാക്കിക്കൂടെ. എത്ര കൂലുള്ള കാര്യങ്ങൾ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഉറക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്കത് പറയണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഫാത്തിഹയുടെ ഒരുപാട് ഭാഗങ്ങൾ പറയാനുണ്ട്. സമയം കഴിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുകയാണ്. നമുക്ക് ദുആ ചെയ്യാം. ഒരുപാട് വിഷയങ്ങൾ, എത്ര വിഷയങ്ങൾ വിഷയങ്ങൾ എത്ര പറഞ്ഞാലും തീരാത്ത വിഷയങ്ങളാണ്. ഒന്നിലേക്ക് കടക്കുമ്പോഴേക്ക് മറ്റൊന്നിലേക്ക് എത്തിച്ചേരുന്നു. അതങ്ങനെ പറഞ്ഞ് വിഷയം ഗഹനമായി പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്നതനുസരിച്ചുകൊണ്ട് അല്ലാഹുവേ ജീവിതത്തിൽ പകർത്താൻ സാധുക്കൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനെ. അത്തരത്തിലുള്ള നല്ലവരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പഠിക്കുന്നതൊക്കെ ജീവിതത്തിന് മാറ്റം വരുത്താനുള്ള പഠനമാക്കി നീ മാറ്റണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്യാൻ പോയാണ്. എല്ലാവരും ആത്മാർത്ഥമായി കൊണ്ട് ആമീൻ പറയുക. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ദുആനെ സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ നല്ലൊരു സദസ്സിലാണ് നമ്മളുള്ളത്. ഇൽമിൻ്റെ സദസ്സിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അതിന് ഉത്തരം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. മറ്റൊന്ന് കഴിഞ്ഞ ക്ലാസ്സിനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് പെരുന്നാൾക്ക് നമ്മൾ യുവാക്കളുടെ തന്മിയയുടെ നേതൃത്വത്തിൽ സിയാറത്തുണ്ട്. ഒരുപാട് കുട്ടികളൊക്കെ സിയാറത്തിന് പോരാൻ അറിയിച്ചിട്ടുണ്ട്. ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പോരാൻ താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ മക്ബറകളിലൊക്കെ ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് പുണ്യമുള്ള കാര്യമാണ് മനസ്സിലാക്കി എല്ലാവരും മക്കളിലേക്ക് പറഞ്ഞേക്കുക. ഒരുപാട് ആളുകളിലേക്കുണ്ട്. അതോടൊപ്പം തന്നെ ചില ആളുകളൊക്കെ പോരാൻ കഴിയാത്തവരൊക്കെ, ഇപ്പം ഇന്നലെ ഒരാൾ എന്നോട് നമ്മളെ അമ്മിച്ച നട്ടിനോട് പറഞ്ഞു, എനിക്ക് പോരാൻ കഴിയില്ലെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ചിലവിന് വരുന്ന മുത്താലിം അവൻ എൻ്റെ പകരം പോരട്ടെ, അവൻ്റെ ചിലവ് ഞാൻ കൊടുത്തുകൊള്ളാം, എനിക്ക് നേരം പോരാൻ കഴിയില്ല. അങ്ങനെ നമുക്ക് കഴിയില്ല, ഒരാളെ പകരം മുട്ടെങ്കിലും ആ നല്ലൊരു സംരംഭത്തിൽ നമ്മളൊക്കെ പങ്കെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു എല്ലാവരുടെയും നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. ഞങ്ങളൊക്കെ എല്ലാ സഹായങ്ങളും മുത്താലിമ്യങ്ങൾക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളൊക്കെ വളരെ വലുതാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ആ കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി വലിയ ദുആയാണ്
ഇപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുബഹിൻ്റെ ശേഷവും രാത്രി സമയങ്ങളിലൊക്കെ ഇവിടെ എത്തുക. കാരണം അത്രയും മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്. ഓരോ ദിവസവും മുത്തഅല്ലിമീങ്ങൾ വന്നിട്ട് എന്നോട് പറയും, ഉസ്താദേ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം ഇന്നലെ ഒരു കുട്ടിയോട് ഞാൻ കുറേ ദൂരെയാണ് അവൻ്റെ വീട് ചിലവുള്ളത്, അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്തേക്ക് വേണ്ടി മാറ്റിത്തരാം. അപ്പം എന്നോട് പറഞ്ഞു വേണ്ട ഉസ്താദേ, ദൂരത്താണ്, ഞാൻ ആ വീട്ടിൽ പോയിക്കോളാം. ഞാൻ ചോദിച്ചു എന്താണ് ഇത്ര പ്രയാസപ്പെട്ടെങ്കിൽ പോണേ? ആ വീട്ടുകാരുടെ സ്നേഹം അത്രയും വലുതാണ്. അവർ അത്രയും താല്പര്യത്തിനാണ് അവിടുന്ന് ചിലവ് മാറ്റിക്കഴിഞ്ഞാൽ അവർക്കൊരു പ്രയാസമാകും. അപ്പോൾ അത്രയും മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്ന, ഉസ്താദുമാരെ സ്നേഹിക്കുന്ന നല്ലവരായ ആളുകൾ തൻ്റെ വീട്ടിൽ വല്ലതുണ്ടാക്കുമ്പോൾ അത് മുത്തഅല്ലിമീങ്ങൾക്ക് എത്തിച്ചു കൊണ്ടു കൊടുക്കുന്ന നല്ലൊരു മനസ്സ്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ വീട്ടിൽ ചെന്നാലൊക്കെ വീട്ടുകാരറിയും അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഓരോ സാധനം കൊണ്ടു കൊടുത്തു, ഈ വീട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെ മുത്തഅല്ലിമീങ്ങളെയും ഉസ്താദുമാരെയും വല്ലാതെ സ്നേഹിക്കുന്നു നിങ്ങൾ. അൽഹംദുലില്ലാ, വലിയ ഭാഗ്യമാണ്. ഈ മനസ്സ് നിങ്ങൾക്ക് അല്ലാഹു നൽകിയത് വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ. ഒരു 3 സ്വലാത്തിൽ ദുആ ചെയ്യാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വീകരിക്കണേ അല്ലാഹ്. സ്വലാത്തുകളെ സ്വീകരിക്കണേ അല്ലാഹ്. അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരു ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മറ്റുള്ള അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുഖറബീങ്ങളെ പരിശുദ്ധ മുഖബറകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് റബ്ബേ, ഇവിടെ മറവിട്ട് കിടപ്പുള്ള മഹാനായ കോട്ടപ്പള്ളിയിലെ വലിയുല്ലാഹി തങ്ങളെ പരിശുദ്ധമായ മഖബറയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ ദർജകളൊക്കെ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. മഹത്വമൊക്കെ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. സ്ഥാനമൊക്കെ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ മഹത്വക്കുള്ള ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ നല്ല ലക്ഷ്യങ്ങളും നിറവേറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഭക്ഷണം നൽകി സഹായിച്ചവർ, വസ്ത്രം നൽകി സഹായിച്ചവർ, അല്ലാഹുവേ, പഠിക്കുന്ന കാലഘട്ടം മുതൽ ഇക്കാലം വരെ പലനിരക്കും സഹായിച്ചവർ, ഞങ്ങളെ വല്ലാതെ സ്നേഹിച്ചു പോയിട്ടേറെ ആളുകൾ, അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാവിധ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നന്നാക്കണേ അല്ലാഹ്. നിന്റെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ദാകിരീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഷാകിരീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. നിന്നെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്ന നല്ലവരിൽ പെടുത്തണേ അല്ലാഹ്. പടച്ച റബ്ബേ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെയും അവരുടെയും നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റണേ അല്ലാഹ്. പ്രയാസങ്ങളൊക്കെ അകറ്റണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെയും അവരുടെയും വീടുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ശൈത്താന്റെ ശർറുകളെ തൊട്ട് രക്ഷിക്കണേ അല്ലാഹ്. ഒരു ശർറും ഞങ്ങളുടെ വീടുകളിൽ നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ, സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ട് രക്ഷിക്കണേ അല്ലാഹ്. ഹാസിദീങ്ങളെ ഹസദിനെ തൊട്ട് രക്ഷിക്കണേ അല്ലാഹ്. ആയിനീങ്ങളെ ഐനെ തൊട്ട് രക്ഷിക്കണേ അല്ലാഹ്. മുത്തക്കബ്ബിരീങ്ങളെ കിബ്റിനെ തൊട്ട് രക്ഷിക്കണേ അല്ലാഹ്. മഫ്തനീങ്ങളെ ഫിത്നയെ തൊട്ട് രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ആര് ഞങ്ങളെ കൈയൊടിഞ്ഞാലും അല്ലാഹുവേ, നീ ഞങ്ങളെയും അവരെയും കൈയൊടിയല്ല റബ്ബേ. ഒഴിവാക്കല്ല അല്ലാഹ്, ഒഴിവാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ദർസിനെ നീ ഉന്നതിയിലേക്ക് ഉയർത്തണേ അല്ലാഹ്. ഞങ്ങളെ പള്ളികളെ നീ ഉന്നതിയിലേക്ക് ഉയർത്തണേ അല്ലാഹ്. ഞങ്ങളെ മഹല്ലത്തിന് ഐക്യമുള്ള നാടാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദീനീ ചൈതന്യം വർദ്ധിച്ചു വരുന്ന മഹല്ലാക്കണേ അല്ലാഹ്. പടച്ചറപ്പേ, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒട്ടേറെ ഉപ്പമാരും ഉമ്മമാരുണ്ട്. ആ മുത്തഅല്ലിമീങ്ങളെ സ്വന്തം മക്കളെക്കാൾ സ്നേഹിക്കുന്നവരുണ്ടല്ലാ. ആ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തവരുണ്ടല്ലാ. അല്ലാഹുവേ, അവർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്തവരുണ്ടല്ലാ. വാച്ച് വാങ്ങിക്കൊടുത്തവർ,
സൈക്കിൾ വാങ്ങിക്കൊടുത്തവർ, പല നിലക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തവർ, അല്ലാഹുവേ തൻ്റെ വീട്ടിൽ വല്ലതും ഉണ്ടാക്കുമ്പോ മുതഅല്ലിമീങ്ങൾ കൊടുത്തയക്കുന്നവർ, ഉസ്താദുമാര് കൊടുത്തയക്കുന്നവർ, അല്ലാഹുവേ നിന്റെ ദീനിനോടുള്ള മഹബ്ബത്താണ് ഇവരെ കാണിക്കുന്നത്, ഇൽമിനോടുള്ള സ്നേഹമാണ് ഈ കാണിക്കുന്നത്. അല്ലാഹുവേ നീ കാണുന്നവനാണല്ലോ അല്ലാ. സാമ്പത്തികമായി കഷ്ടപ്പെടുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും ഒരു മുതഅല്ലിം വീട്ടിലേക്ക് വരുമ്പോൾ അതിന് മുടക്കം പറയാതെ തന്റെ സാമ്പത്തിക പ്രയാസമൊന്നും നോക്കാതെ മുതഅല്ലിമീങ്ങൾക്ക് അകമുടിഞ്ഞ് സഹായിക്കുന്നവർ, അല്ലാഹുവേ പടച്ച റബ്ബേ അവരെ നീ സഹായിക്കണേ അല്ലാ, അവരെ നീ സഹായിക്കണേ അല്ലാ, അവരുടെ നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാ, പ്രയാസങ്ങളൊക്കെ അകറ്റണേ അല്ലാ. അല്ലാഹുവേ കൊടുക്കുന്നതിന്റെ ഇരട്ടി അവരുടെ ജീവിതത്തിൽ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ അവരുടെ കുടുംബത്തിന് ആരൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുവോ അവരെ ജോലികളിൽ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ജോലിയോ കച്ചവടമോ ഇല്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അനുയോജ്യമായത് നൽകണേ അല്ലാ, അനുയോജ്യമായി നൽകണേ അല്ലാ. അല്ലാഹുവേ ആ കുടുംബത്തിൽ ആരൊക്കെ രോഗികളുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഓപ്പറേഷന് വിധിക്കപ്പെട്ടവർ ആ കൂട്ടത്തിലുണ്ട്, അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ കിഡ്നി വീക്കായവർ ആ കൂട്ടത്തിലുണ്ടല്ലാ, അല്ലാഹുവേ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ ഇന്നലെ ഒരു 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ മഗ്‌രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ വന്നപ്പോൾ എൻ്റെ കൈ പിടിച്ചെന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഗൾഫിലായിരുന്നു, എൻ്റെ ഒരു ശരീരത്തിൽ ഒരു കിഡ്നി ഇപ്പോൾ വീക്കായിരിക്കുന്നു, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ചെറിയ പ്രായമാണ് അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. അല്ലാ ഞങ്ങൾക്കൊന്നും അത്തരം രോഗം നൽകി പരീക്ഷിക്കല്ലല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കോ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ, സഹായിച്ചവർ, അല്ലാഹുവേ ആർക്കെങ്കിലും അത്തരം വല്ല രോഗത്തിൻ്റെ വല്ല ലക്ഷണങ്ങളുമുണ്ടെങ്കിൽ നീ രക്ഷിക്കണേ അല്ലാ. പടച്ചവരെ ചിന്തിക്കാൻ പോലും കഴിയാത്ത രോഗങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ ഞങ്ങൾ 2 കിഡ്നികളും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയൊന്നും ആലോചിക്കാൻ കഴിയുന്നില്ലല്ലാ. ലക്ഷങ്ങൾ ചെലവിച്ചാലും രക്ഷയില്ലാത്ത രോഗങ്ങളാണല്ലല്ലാ. പടച്ച റബ്ബേ നീ രക്ഷിക്കണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെന്നും പരീക്ഷിക്കല്ലല്ലാ. പടച്ചറബേ ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങൾ ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന്റെ കാഠിന്യം കൊണ്ട് ഇത്തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലല്ലാ. പടച്ചറബേ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗങ്ങളൊക്കെ പ്രയാസകരമാണ്, വിഷമകരമാണ്, ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് രക്ഷിക്കണേ അല്ലാ. റഹ്മാനേ ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾ, അല്ലാഹുവേ ഞങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾ നേരം വെളുക്കുമ്പോൾ മദ്രസയിലേക്ക് സ്കൂളിലേക്ക് പോകുന്നവരാണ്. ഒരു അപകടത്തിലും പെടുത്തല്ലല്ലാ, ഒരു പ്രയാസത്തിലും പെടുത്തല്ലല്ലാ. കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ പത്രത്തിൽ വായിച്ച് 2 കുട്ടികൾ മദ്രസയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ വാഹനം പിടിക്കുന്നു, മരണപ്പെടുന്നല്ലാ. ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഞങ്ങളെ പ്രിയപ്പെട്ട മക്കളെ ജനാസ ഞങ്ങളെ വീട്ടിലേക്ക് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുവരുന്ന രംഗം അല്ലാ. അത്തരം ഒരു പരീക്ഷണങ്ങൾക്കൊന്നും ഞങ്ങളെ വിധേയരാക്കല്ലല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക്, കുടുംബങ്ങൾക്കൊന്നും അത്തരം ഒരു പ്രയാസവും തരല്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളുടെ ശരീരം കീറിപ്പൊളിക്കുന്നൊരവസ്ഥ വരുത്തല്ലല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ജനാസ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥ വരുത്തല്ലല്ലാ. അത്തരത്തിലുള്ളൊരു മരണമൊന്നും തരല്ല റഹ്മാനെ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. പരലോകം ധന്യമാക്കണേ അല്ലാ. അല്ലാഹുവേ ഈ ക്ലാസ് നീ ഏറ്റെടുക്കണേ അല്ലാ. ഇതിലേക്ക് വരുന്ന ഓരോ ഉമ്മമാർ, സഹോദരിമാർ, അവരോരോ കാൽപാദത്തിനും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. റബ്ബേ ആരൊക്കെ ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നോ അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ആരൊക്കെ ഇത് ഏറ്റെടുക്കുന്നോ പ്രചരിപ്പിക്കുന്നുവോ, എത്രയോ ആളുകളെ കൊണ്ടുവരുന്നു അല്ലാഹുവേ. ഞാൻ തുടങ്ങുമ്പോൾ ആളുകളല്ല ഇന്നുള്ളത്, ധാരാളം ആളുകളാണ് പങ്കെടുക്കുന്നത്. ഇതൊക്കെ ഓരോ സഹോദരിമാർ മറ്റുള്ളവരോട് പറഞ്ഞു കൊണ്ടുവരുന്നതാണ്. അല്ലാഹുവേ ആരൊക്കെ ദഅവത്ത് നിർവഹിക്കുന്നുവോ അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ.
ആരൊരാളെ പ്രസംഗം കേട്ടതല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ട് ക്ലാസ്സിലേക്ക് വന്നുവോ, അല്ലാഹുവേ വന്നവൻ്റെ ഒട്ടും കുറയാതെ ആ കൊണ്ടുവരാൻ കാരണക്കാരനായ അർഹനായ ആളുകൾക്ക് നീ അല്ലാഹുവേ വലിയ പ്രതിഫലം നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, നാളെ ഞങ്ങളുടെ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ നന്മയുടെ തുലാസിൽ വലിയ ഭാരമുള്ള അമലാക്കി ഞങ്ങൾ ഈ ക്ലാസ്സിനെ മാറ്റണേ അല്ലാ. നീ മാറ്റണേ അല്ലാ, മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെത്ര പാപികളാണെങ്കിലും ഞങ്ങളെത്ര ദോഷികളാണെങ്കിലും പടച്ച റബ്ബേ, ദീനാണല്ലോ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നത്. ഇതിൻ്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ ദുന്യാവിലും ആഖിറത്തിലും വിജയികൾ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ ഉപ്പമാരെ, ഉമ്മമാരെ, ഉസ്താദുമാരെ, ഭാര്യ സന്താനങ്ങളെ, ശിഷ്യന്മാരെ, അല്ലാഹുവേ ഞങ്ങളെ സ്വന്തം മക്കളെക്കാൾ സ്നേഹത്തോടെ കാണുന്നവരെ അല്ലാഹുവേ എല്ലാവരെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ. മുത്തുനബിയുടെ തുരികരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ അല്ലാഹ്. റഹ്മാനേ, ഞങ്ങൾ ഓരോ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. ഇതൊക്കെ വലിയ നാളത്തേക്കുള്ള വലിയ അമലാക്ക് ഞങ്ങൾ കബൂൽ ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും അല്ലാ, ഇതൊക്കെ ഒരു വയല് കേട്ട് പോകലായി മാറാതെ ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാ മേഖലകളിലും നിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ, നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ആര് ഞങ്ങളെ തള്ളിയാലും ആര് ഞങ്ങളെ ഒഴിവാക്കിയാലും അല്ലാ, നീ ഞങ്ങളെ ഒഴിവാക്കല്ല റഹ്മാനെ, ഒഴിവാക്കല്ല റഹ്മാനെ, നീ ഞങ്ങളെ ഒഴിവാക്കല്ല റഹ്മാനെ, നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു ജമീഅൽ അംബിയാ വൽ മുർസലീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി. നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന വസിയത്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.